അടിയനോട് കാണിച്ചിരിക്കുന്ന സകല ദയയ്ക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രമത്രേ. ഒരു വടിയോടുകൂടെ മാത്രമല്ലോ ഞാൻ ഈ യോർദാൻ കടന്നത്, ഇപ്പോഴും ഞാൻ 2 കൂട്ടമായി തീർന്നിരിക്കുന്നു. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ഇടയൻ്റെ വടിയാണ്, ഒരു നോർമലായിട്ടുള്ളൊരു സ്റ്റാഫാണ്. ഒന്നാമത്തെ കാര്യം, ഇവരെല്ലാം ഇടയന്മാരാണല്ലോ. ഇസ്രായേൽ മക്കൾ പൊതുവേ അവരുടെ തൊഴിൽ തന്നെ ഗോപാലകന്മാർ അഥവാ ഇടയന്മാർ എന്നുള്ളതാണ്. അപ്പം ഇടയന് തീർച്ചയായിട്ടും വടിയുണ്ട്. ഇപ്പോൾ ആഫ്രിക്കയിലാണെങ്കിലും ഞങ്ങൾ മസായികളെ കാണുമ്പോൾ മസായിയുടെ കയ്യിലൊരു വടിയുണ്ട്. മസായി എന്ന് പറയുന്ന ഇടയന്മാരുടെ ഒരു ഗോത്രമാണ്, അവരുടെ കയ്യിലൊരു വടിയുണ്ട്. അപ്പം മസായിയുടെ വടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ആ വടി എന്തിനാണ് അവർ ഉപയോഗിക്കുന്നുള്ളത്. ഇതേപോലെ ഇസ്രായേലിലാണെങ്കിലും എബ്രായരായ ആളുകൾ ഉപയോഗിച്ചിരുന്നത് ഒരു നോർമൽ സ്റ്റാഫ്. അത് എന്തിനു വേണ്ടിയാണ്? ആടിനെ തീറ്റാനും ആടിനെ കൊണ്ടുപോകാനും ഒക്കെയാണ്. മോശയാണെങ്കിലും ഒരു ഇടയൻ്റെ വടിയാണ്. അപ്പോൾ ഒരു സാധാരണ ഇടയൻ്റെ വടി എന്നതിനപ്പുറത്തായിട്ട് യാക്കോബിൻ്റെ വടിയെക്കുറിച്ച് വലിയ കാര്യമായിട്ടുള്ള വിവരണമൊന്നും നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നില്ല, പഴയ നിയമത്തിൽ കാണുന്നില്ല. അവിടെ ആ പാടെ കാണുന്നത് അവൻ പറയുകയാണ്, കർത്താവേ, ഞാൻ വെറും ഒരു വടിയോടുകൂടെയല്ലോ ഈ യോർദാൻ കടന്നത്, ഇപ്പോൾ ഞാൻ വലിയ 2 കൂട്ടമായി തീർന്നിരിക്കുന്നു എന്ന് പറയുന്നതായ ഒരു വേദഭാഗം. അത്രയേ ഉള്ളൂ, വേറെ വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ യാക്കോബിൻ്റെ വടിക്ക് ഈ പറയുന്ന പ്രാധാന്യം എന്താണ്? എന്നാൽ ഇവിടെ പറയുന്ന എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ കാണുന്നതായ വേദഭാഗത്തിൽ നമ്മൾ 11-ാം അധ്യായത്തിൽ വായിച്ച വേദഭാഗം നമ്മൾ നോക്കുമ്പോൾ ആ വടിക്കൊരു പ്രത്യേകത അവിടെ എഴുതിയിരിക്കുന്ന, വിശ്വാസത്താൽ യാക്കോബ് മരണകാലത്തിങ്കൽ യോസേഫിൻ്റെ മക്കളെ ഇരുവരെയും അനുഗ്രഹിക്കുകയും തൻ്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് ലീനിങ് അപ്പോൺ എന്നാണ്. ചാരിക്കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, വീഴാതെ ഇങ്ങനെ ലീനിങ് അപ്പോൺ സംതിങ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്താണ്, ആ വടി ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇവൻ താഴെ പോവും. ഈ വടിയിൽ ചാരിയില്ലെങ്കിൽ നേരെ നിൽക്കാനുള്ള കപ്പാസിറ്റി ആർക്കില്ല? യോസഫിനില്ല. അപ്പോൾ ഈ വടി എന്ന് പറയുന്നത് അവൻ്റെ നേരെ നിൽക്കാനുള്ള ശക്തിയില്ലായ്മയെയാണ് കാണിക്കുന്നത്. യാക്കോബിന് നേരെ നിൽക്കാനുള്ള ശക്തിയില്ല, ഓടാനുള്ള ശക്തിയില്ല, നടക്കാൻ പോലുമുള്ള ശക്തിയില്ല. വടിയില്ലാതവനൊന്നും പറ്റത്തില്ല. ആ വടിയുടെ അറ്റത്ത് ഇങ്ങനെ ചാരിക്കൊണ്ട് അവൻ ദൈവത്തെ വർഷിപ്പ് ചെയ്യുകയാണ്. അതായത് ഈ വടിയിൽ ചാരിക്കൊണ്ടേ അവന് നിൽക്കാൻ കഴിയുകയുള്ളൂ. നിവർന്നു നിൽക്കാൻ ഉള്ള ആരോഗ്യമില്ലാത്തവനായ യാക്കോബിൻ്റെ ബലഹീനതയുടെ അല്ലെങ്കിൽ നിസ്സഹായതയുടെ ചിഹ്നമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വടി എന്ന് പറയുന്നത്. അവൻ്റെ നിസ്സഹായതയുടെ ഒരു സിമ്പലായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. അപ്പോൾ യാക്കോബ് അവൻ്റെ ജീവിതത്തിൽ അവനെ തകർത്ത് കളഞ്ഞ, ഒരു വടിയുടെ സഹായത്താൽ അല്ലാതെ നിൽക്കാൻ കഴിയാത്ത ഒരു ബലഹീന അവസ്ഥയിലേക്ക് അവനെ തകർത്ത് കളഞ്ഞതായ എന്തോ ഒന്ന് യാക്കോബിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. നേരെ നിൽക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ, അങ്ങനെ എന്തോ ഒന്ന് യാക്കോബിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മൾ എന്താ ചെയ്യുന്നത്? അതിനെ ശപിക്കുകയും അല്ലെങ്കിൽ ആ ഒരു സന്ദർഭത്തെ ശപിക്കുകയോ അല്ലെങ്കിൽ അതിനെ ഓർത്ത് വിലപിക്കുകയോ ഒക്കെയാണല്ലോ ചെയ്യുന്നത്. പക്ഷേ തന്നെ തകർത്ത് കളഞ്ഞ ഈ സംഭവത്തെ യാക്കോബ് ഇപ്പോൾ വേദനയോടെയോ ഭീതിയോടെയോ അല്ല ഓർക്കുന്നത്. പകരം അത് ഓർക്കുമ്പോഴൊക്കെ അവൻ പറയുക, കർത്താവേ നന്ദി, കർത്താവേ സ്തോത്രം, എന്നെ തകർത്തതിനായി സ്തോത്രം എന്നൊക്കെ പറയുന്ന ഒരവസ്ഥ. അപ്പോൾ യാക്കോബ് അവൻ്റെ തകർച്ചയെ ഓർത്ത് വിലപിക്കുന്നതിന് പകരം അവൻ്റെ തകർച്ചയെ ഓർത്ത് കർത്താവിന് നന്ദി കരേറ്റുന്ന അനുഭവം. അതായത് തന്നെ നിസ്സഹായനാക്കിയ ദൈവത്തെ അവൻ നന്ദിയോടുകൂടെ ആരാധിക്കുകയാണ്. ഈ നിസ്സഹായത ഒരു വലിയ സമ്പത്തായിട്ട്, ഈ നിസ്സഹായത അവൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായി അവൻ കണക്കാക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരൊറ്റ വാക്യം യാക്കോബിൻ്റെ മുഴുവൻ ജീവിതത്തെയും
മനസ്സിലാക്കത്തക്ക നിലയിൽ നമ്മളെ പ്രേരിപ്പിക്കുന്നതായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ യാക്കോബിൻ്റെ ജീവിതകഥ മുഴുവൻ നമ്മൾ പഠിക്കേണ്ടത് അനിവാര്യമായിരിക്കുന്നു. തന്നെ നിസ്സഹായനാക്കിയ ദൈവത്തിന് അവൻ നന്ദി കരേറ്റുന്നു. തന്നെ നിസ്സഹായനാക്കിയപ്പോൾ അവൻ ഇപ്പോൾ പറയുന്നത്, കർത്താവേ, നീ എന്നെ നിസ്സഹായനാക്കിയില്ലായിരുന്നുവെങ്കിൽ ഈ ആശ്രയിക്കാൻ എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നത് എന്നിൽ തന്നെയാണ്. അവനൊരു സ്വയാശ്രയിയായ, യാക്കോബിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അവൻ സ്വയാശ്രയിയായ ഒരു മനുഷ്യനായിരുന്നു. അവനിൽ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. അവനിൽ തന്നെ കോൺഫിഡൻസ്, അവനിൽ തന്നെ ആശ്രയിക്കുന്ന അങ്ങനെയുള്ള ആ ഒരു സ്വയാശ്രയിയായ യാക്കോബിനെ ദൈവം തകർത്ത് ദൈവാശ്രയത്തിലേക്ക് നയിച്ചു. ഇതാണ് ശരിക്കും ഈ സംഭവത്തിൽ. നമുക്ക് സംഭവത്തിലേക്ക് പോകാം, പക്ഷെ അതിനു മുമ്പ് നമുക്കറിയാമല്ലോ, ആ ചരിത്രം അറിയാം. അതായത് സ്വയാശ്രയിയായിരുന്ന യാക്കോബ് ഇപ്പോൾ ദൈവാശ്രയമുള്ളവനായി തീർന്നു. അവൻ ദൈവത്തിൽ ആശ്രയിക്കാൻ തുടങ്ങി. ഇത് ഈ കാലഘട്ടത്തിലേക്ക് വളരെ പ്രാധാന്യമർഹിക്കുന്നതായ ഒരു കാര്യമാണ്. കാരണം ഇന്നും മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആത്മീയ പ്രതിസന്ധി എന്ന് പറയുന്നത് സ്വയാശ്രയമാണ്. ഇന്നിപ്പോൾ നമ്മളും പറയുന്നത്, എനിക്ക് ആരുടെയും ഹെൽപ്പ് വേണ്ട, ഞാൻ എൻ്റെ കാര്യം നോക്കിക്കോളാം, എനിക്ക് എൻ്റെ കാര്യം നോക്കാൻ അറിയാം, ഞാനത് ഐ വിൽ മാനേജ്. നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നോ ഐ വിൽ മാനേജ് ഇറ്റ്, അത് ഞാൻ കൈകാര്യം ചെയ്തോളാം, അത് നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും വിഷമിക്കണം, അതൊക്കെ ഞാൻ ചെയ്തോളാം. ഇതാണ് പൊതുവെ ഇന്ന് പറയുന്ന ഏത് കാര്യവും. നമ്മളിപ്പോൾ ആരിലും ആശ്രയിക്കത്തില്ലല്ലോ, ദൈവത്തിലും ആശ്രയിക്കത്തില്ല, മനുഷ്യനിലും ആശ്രയിക്കത്തില്ല, ഇല്ലേ? ഞാൻ ഒരിടത്ത്, ഈ ക്ലാസ് അല്ല, വേറൊരു സ്ഥലത്ത് ക്ലാസ് എടുത്ത കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, ഈ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ സ്വയാശ്രയികളായിട്ട് വളരരുത്. ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് എല്ലാവരെയും അന്യോന്യം ആശ്രയിച്ചൊക്കെ ജീവിക്കാനാണ്. മറ്റുള്ളവരെയും കൂടെ ആശ്രയിച്ച് വേണം നമ്മൾ ജീവിക്കാൻ. മറ്റുള്ളവരെയും കൂടെ ആശ്രയിച്ച് ജീവിക്കണം. എന്നിട്ട് ഞാൻ പറഞ്ഞു, യേശുവിൻ്റെ വളർച്ചയെക്കുറിച്ച് പറയുമ്പോൾ പറയുന്ന ഒരു വേദഭാഗമുണ്ട്. യേശു ജ്ഞാനത്തിലും വളർച്ചയിലും മുതിർന്നു വന്നു. എന്നിട്ട് അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും കൃപയിൽ മുതിർന്നു വന്നെന്നാണ്. അതായത് ദൈവത്തിൻ്റെ മാത്രമല്ല, ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിൽ. അപ്പം നമുക്ക് മനുഷ്യരുടെ ഫേവറും ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു. അന്ന് വൈകുന്നേരം ഒരു പെൺകുട്ടി, കോളേജിൽ പഠിക്കുന്നൊരു കൊച്ചാ, കോളേജിൽ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞൊരു കൊച്ചാ, അവൾ വന്നിട്ട് പറഞ്ഞു, അങ്കിൾ പറഞ്ഞു, എനിക്ക് അങ്ങോട്ട് ആ രീതിയിലൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു, എന്ത് പറ്റി മോളെ? ദൈവത്തിൽ ആശ്രയിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കാം, പക്ഷേ മനുഷ്യനിൽ ആശ്രയിക്കാനൊന്നും എന്നെ കിട്ടത്തില്ല, അതൊന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല, അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. ഞാൻ പറഞ്ഞ മോളെ, അതാ അതിൻ്റെ പ്രശ്നം. ഞാൻ മനുഷ്യനിൽ ആശ്രയിക്കത്തില്ല, ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് പറയുമ്പം തന്നെ ഉണ്ടല്ലോ, ശരിക്കും നമ്മൾ ദൈവാശ്രയം കൂടെ ഇല്ലാത്തവരായി പോവുകയാണ്. എനിക്ക് സങ്കീർത്തനത്തിൽ ഇഷ്ടപ്പെട്ടൊരു വാക്യമുണ്ട്, എന്നെ സഹായിക്കുന്നവരോടുകൂടെ യഹോവ എൻ്റെ പക്ഷത്തുണ്ടെന്ന്. യഹോവ എൻ്റെ പക്ഷത്തുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഇതില്ല. എന്നെ സഹായിക്കുന്നവരോട് കൂടെ യഹോവ എൻ്റെ പക്ഷത്തുണ്ട്. അപ്പോൾ സ്വയാശ്രയിയായി ജീവിക്കുന്ന ഒരു സമൂഹമാണ് ഇന്നത്തെ ഒരു സമൂഹം. അവർ പറയുന്നത്, ഞങ്ങൾക്ക് ആരുടെയും ഹെൽപ്പ് വേണ്ട, ഞങ്ങൾക്ക് ആരെയും നമ്മുടെ ഈ ആരും പൊതുവേ നമ്മൾ ആരുടെ ഔദാര്യത്തിൽ ജീവിക്കാനൊന്നും എന്നെ കിട്ടത്തില്ല. ഇതൊക്കെയാണ് നമ്മൾ പൊതുവേ പറയുന്ന ഒരു കാര്യം, ആരെയും ആശ്രയിക്കാത്ത. ഇതിൻ്റെ മറ്റൊരു പ്രശ്നം, നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് പോലും അതാ. നമ്മൾ കുഞ്ഞുങ്ങളോട് പറയുന്നത് എടാ, സ്വന്തം കാലേ നിൽക്കാൻ പഠിക്കണം, വല്ലവരെ ആശ്രയിക്കരുത്, ആരെയോ ആശ്രയിക്കരുത്, നീ സ്വന്തം കാലേ നിൽക്കണം. അതായത് അവൻ്റെ ലോകത്തിൽ ജീവിച്ചോണം, അവൻ മറ്റൊരാളുടെ ലോകത്തിൽ അവനൊന്നും റിസീവ് ചെയ്യരുതെന്നായി പറയുന്നത്. അതൊരു ബിബ്ലിക്കൽ പ്രിൻസിപ്പിളായിട്ടല്ല നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അന്ത്യകാലത്തിൻ്റെ ഒരു ലക്ഷണമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വയാശ്രയവും, അല്ലെങ്കിൽ നമ്മളങ്ങ് ഒതുങ്ങി നമ്മളിൽ മാത്രം. പിന്നെ ഒരു തമാശയ്ക്ക് നമ്മൾ പറയും, ഞാനും പിന്നെ ദൈവത്തിൻ്റെ സഹായം കൂടെ ഉണ്ടെങ്കിൽ എന്നൊക്കെ നമ്മൾ പറയും.
പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ദൈവാശ്രയം ഉണ്ടാകണമെങ്കിൽ മനുഷ്യനിലും കൂടെ ഉള്ള ഒരു ബന്ധം നമുക്ക് അനിവാര്യമാണ്. അപ്പോൾ ഞാൻ ഇതുകൊണ്ട് പഠിച്ചു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ അവന് ആരെയും ആശ്രയിക്കുന്നതിനോ ദൈവത്തിൽ ആശ്രയിക്കുന്നതിനോ പോലും തയ്യാറല്ലായിരുന്നു. അവൻ ദൈവത്തിൽ പോലും ആശ്രയിച്ചില്ല. യാക്കോബിൻ്റെ ചരിത്രം നമ്മൾ ഇന്ന് പഠിക്കുകയാണ്. അത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അവനൊരു സ്വയാശ്രയിയായ, ഞാൻ ചെയ്തോളാം എന്ന് പറയുന്ന, ദൈവം ഇല്ലാത്തവനൊന്നും അല്ല അവൻ, നമ്മളെപ്പോലൊക്കെ തന്നെയാണ്. അല്ലാതെ ദൈവം ഇല്ലാത്ത ഒരു വിജാതീയനൊന്നും അല്ല യാക്കോബ്. അവന് ദൈവമൊക്കെ ഉണ്ട്, അവന് ദൈവത്തെ കണ്ടിട്ടുമുണ്ട്, എല്ലാം ഉണ്ട്, ദൈവവുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാമെന്ന് പറയുന്നതായ ഒരു അവസ്ഥ. അതുകൊണ്ടാണ് ഞാൻ ഈ വേദഭാഗം ഇവിടെ എടുക്കാനുള്ള ഒരു കാരണം ഇതാ. ഇന്നത്തെ പൊതുവേ ഉള്ള ഒരു ആറ്റിറ്റ്യൂഡ് അതാണ്. കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, പിന്നെ ദൈവം കൂടെ സഹായിച്ചോട്ടെ. സഹായിക്കുന്നതിന് ഞാൻ അങ്ങോട്ട് വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്യാം. മ്യൂച്വലായിട്ടുള്ള സഹായമൊക്കെ മതി. അല്ലാതെ പൂർണ്ണമായിട്ടുള്ള ഒരു ആശ്രയത്തിലേക്ക് നമ്മൾ വരുന്നതിന് നമ്മൾ തടസ്സമാക്കുകയാണ്. എന്നാൽ യാക്കോബിൻ്റെ ഈ സ്വയാശ്രയത്തെ കർത്താവ് തകർത്ത് കളഞ്ഞത്, അവൻ ഇന്ന് സ്മരിക്കുന്നത് നന്ദിയോടെയാണ്. അവൻ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട്, അതായത് വടി കൂടാതെ നടക്കാൻ അവനിപ്പോൾ കഴിയുന്നില്ല. അതുകൊണ്ട് അവൻ ദൈവത്തിന് നന്ദി കരേറ്റുന്നതായ, അതായത് അവനെ തകർത്ത് കളഞ്ഞ കർത്താവിന് നന്ദി കരേറ്റി, സ്തോത്രം കരേറ്റി സ്തുതിക്കുന്ന, ഹി വർഷിപ്പ് ഗാഡ് ലീനിങ് അപ്പോൺ ഹിസ് സ്റ്റാഫ്. അവൻ്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം താങ്ങായിട്ട്, വടി ഇപ്പോൾ അവനൊരു താങ്ങാണ്. ആ വടിയില്ലാതെ അവന് നിൽക്കാൻ കഴിയാത്ത, അവനെ തകർത്ത് കളഞ്ഞതായ ആ സംഭവത്തെ ഓർത്ത് ഇവൻ ദൈവത്തിന് നന്ദി കരേറ്റുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ സംഭവത്തിലേക്ക് നമ്മൾ വരുമ്പോൾ യാക്കോബിൻ്റെ ചരിത്രം നമ്മൾ മൊത്തമായിട്ടൊന്ന് പഠിച്ചെങ്കിലേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് നമ്മൾ യാക്കോബിൻ്റെ ചരിത്രം, അവൻ എത്രത്തോളം സ്വയാശ്രയിയായിരുന്നു എന്നതിൻ്റെ ആ ഒരു വിവരണം നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ, അത് മറ്റൊന്നിനുമല്ല, നമ്മൾ അങ്ങനെ ആകാതിരിക്കാനാണ്. നമ്മൾ ദൈവവചനം പഠിക്കുന്നതിനാണല്ലോ. ദൈവവചനത്തിൽ ദൈവികമായ കാര്യങ്ങൾ പിൻപറ്റുന്നതായ കഥാപാത്രങ്ങളെ, ആ വ്യക്തികളെ നമ്മൾ അവരുടെ നന്മ പിൻപറ്റുകയും അവരുടെ ജീവിതത്തിൽ പറ്റിയ പാളിച്ചകൾ, അവരുടെ തിന്മ പറ്റാതിരിക്കണമെന്ന് മാത്രമല്ല. അതായത് യാക്കോബ്, ഞാൻ പറഞ്ഞല്ലോ, ഈ പറയുന്നത് പോലെ അത്ര മോശക്കാരനായ ഒരു വ്യക്തി ഒന്നും അല്ലായിരുന്നു. അവൻ റിലീജിയസ് അല്ലെന്നും പറയാൻ പറ്റത്തില്ല, അവൻ റിലീജിയസ് ആയിരുന്നു. പക്ഷേ അവനിലുള്ള ആ ദൈവാശ്രയത്തിൻ്റെ അഭാവം നമ്മുടെ ജീവിതത്തിലും അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ യാക്കോബിൻ്റെ ചരിത്രത്തിലുടനീളം നമ്മൾ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ യാക്കോബിൽ നിന്ന് പഠിക്കുകയും സ്വീകരിക്കേണ്ടതായ കാര്യങ്ങൾ സ്വീകരിക്കുകയും ചെയ്യണം. അതാണ് വാസ്തവത്തിൽ ക്യാരക്ടർ സ്റ്റഡീസിൻ്റെ എല്ലാം ലക്ഷ്യം എന്ന് പറയുന്നത്. യാക്കോബിൻ്റെ ജനനത്തെക്കുറിച്ച് അത് തൊട്ടുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് വായിച്ചു പോയാൽ തന്നെ നമുക്കതിനെക്കുറിച്ച് ഏകദേശം ഒന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ ഉൽപ്പത്തി 25 അതിൻ്റെ 20 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഇസഹാക്കിന് 40 വയസ്സായപ്പോൾ അവൻ പദ്ദൻ അരാമിലുള്ള അരാമ്യനായ ബെഥുവേലിൻ്റെ പുത്രിയും അരാമ്യനായ ലാബാൻ്റെ സഹോദരിയുമായ റിബേക്കയെ ഭാര്യയായി പരിഗ്രഹിച്ചു. ചരിത്രം അറിയാവുന്നതുകൊണ്ട് ഞാനിങ്ങനെ വായിച്ചു പോകുകയാണ്. തൻ്റെ ഭാര്യ മച്ചിയായിരുന്നതുകൊണ്ട് ഇസഹാക്ക് അവൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ അവൻ്റെ പ്രാർത്ഥന കേട്ടു. അവൻ്റെ ഭാര്യ റിബേക്ക ഗർഭം ധരിച്ചു. അവളുടെ ഉള്ളിൽ ശിശുക്കൾ തമ്മിൽ തിക്കിയപ്പോൾ അവൾ, ഇങ്ങനെയായാൽ ഞാൻ എന്തിന് ജീവിക്കുന്നു എന്ന് പറഞ്ഞ് യഹോവയോട് ചോദിക്കാൻ പോയി. യഹോവ അവളോട്, 2 ജാതികൾ നിൻ്റെ ഗർഭത്തിലുണ്ട്, 2 വംശങ്ങൾ നിൻ്റെ ഉദരത്തിൽ നിന്ന് തന്നെ പിരിയും, ഒരു വംശം മറ്റേ വംശത്തിലും ശക്തിപ്പെടും, മൂത്തവൻ ഇളയവനെ സേവിക്കും എന്ന് അരുളി ചെയ്തു. അവൾക്ക് പ്രസവകാലം തികഞ്ഞപ്പോൾ ഇരട്ടപ്പിള്ളകൾ അവളുടെ ഗർഭത്തിലുണ്ടായിരുന്നു. ഒന്നാമത്തവൻ ചുവന്നവനായി പുറത്തു വന്നു, മേൽ മുഴുവനും രോമം കൊണ്ടുള്ള വസ്ത്രം പോലെ ഇരുന്നു. അവന് ഏശാവ് എന്ന് പേരിട്ടു. പിന്നെ അവൻ്റെ സഹോദരൻ പുറത്തു വന്നു,
അവൻ്റെ കൈ ഏശാവിൻ്റെ കുതികാൽ പിടിച്ചിരുന്നു. അവന് യാക്കോബ് എന്ന് പേരിട്ടു. അവൻ അവരെ പ്രസവിച്ചപ്പോൾ ഇസഹാക്കിന് 60 വയസ്സ് ആയിരുന്നു. നോക്കുക, ഒന്നാമത് നമ്മളിവിടെ കാണുന്നത് ഈ യാക്കോബിൻ്റെ അപ്പനും അമ്മയും ഇസഹാക്കും റിബേക്കയും. റിബേക്ക മക്കളില്ലാതെ കുറേ നാളുകളായിരുന്നു. എന്നാൽ ഇസഹാക്ക് പ്രാർത്ഥിച്ചു, ദൈവം അവളുടെ ഗർഭം തുറന്നു. കിട്ടിയപ്പോൾ 2 പിള്ളേരെ ഒരുമിച്ചാണ് കിട്ടിയത്, ഇരട്ട കുട്ടികൾ. അതാണ് നമ്മൾ അവിടെ കാണുന്നതായ കാര്യം. എന്നാൽ ഈ ഇരട്ട കുട്ടികളെക്കുറിച്ച് ദൈവത്തിൻ്റെ ഒരു പ്രവചനം, ദൈവത്തിൻ്റെ വചനം, അതായത് അവളുടെ ഉള്ളിൽ ശിശുക്കൾ തമ്മിൽ തിക്കിയപ്പോൾ അവൾ ഇങ്ങനെയായാൽ ഞാൻ എന്തിനു ജീവിക്കുന്നു എന്ന് പറഞ്ഞ് യഹോവയോട് ചോദിക്കാൻ പോയി. ശരിക്കും അവളുടെ ജീവിതത്തിലൊരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ, അവളുടെ പ്രസവവുമായി ബന്ധപ്പെടുത്തി ഒരു പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അവൾ യഹോവയോട് ചോദിക്കാൻ പോയി, എന്താ കർത്താവേ നീ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധിയൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാ, നമ്മൾ കർത്താവിനോട് ചോദിക്കുക. കർത്താവിനോട് ചോദിച്ചപ്പോൾ വലിയ ഒരു ഭാവിയെക്കുറിച്ചുള്ള വലിയ ഒരു ദർശനമാണ്, ഒരു തിരിച്ചറിവാണ് അവൾക്ക് അതിലൂടെ ദൈവം കൊടുക്കുന്നത്. അവളോട് കർത്താവ് തന്നെ പറയുകയാണ്, 2 ജാതികൾ നിൻ്റെ ഗർഭത്തിലുണ്ട്, 2 വംശങ്ങൾ നിൻ്റെ ഉദരത്തിൽ നിന്ന് തന്നെ പിരിയും, ഒരു വംശം മറ്റേ വംശത്തിൽ ശക്തിപ്പെടും, മൂത്തവൻ ഇളയവനെ സേവിക്കും എന്ന് അരുളി ചെയ്തു. ഇവളിത് ശരിക്കും കേട്ടു. ശരിക്കും കേട്ടും തന്നെയല്ല, ഇവളിത് പൂർണ്ണമായും വിശ്വസിക്കുകയും ചെയ്തു. പിന്നീടുള്ള അവളുടെ ജീവിതമൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ അവളുടെ മനസ്സിൽ എപ്പോഴും ഒരു തിരിച്ചറിവുണ്ടായിരുന്നു. എന്ത്? ഏശാവല്ല മുതിർന്നു വരുവാൻ പോകുന്നത്. ആദ്യത്തെ മൂത്ത പുത്രൻ ഏശാവാണെങ്കിലും ദൈവം യാക്കോബിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ളതായ ഒരു തിരിച്ചറിവ് അവളുടെ മനസ്സിൽ എന്നും ഉണ്ടായിരുന്നു. എന്നിട്ട് അവർ പ്രസവിക്കുമ്പോൾ ഒന്നാമത്തവൻ ചുവന്നവനായി, ഏദോം എന്ന വാക്ക് അല്ലെങ്കിൽ ഏശാവിൻ്റെ പേരിന് തന്നെ ചുവന്നവൻ എന്നുള്ള ഒരർത്ഥം ഉണ്ട്. ചുവന്നവനായി പുറത്തു വന്നു, മേൽ മുഴുവനും രോമം കൊണ്ടുള്ള വസ്ത്രം പോലെ ഇരുന്നു, അവന് ഏശാവ് എന്ന് പേരിട്ടു. രണ്ടാമത് അവൻ്റെ സഹോദരൻ പുറത്തു വന്നു, യാക്കോബ്. യാക്കോബ് വന്നപ്പോഴാണ് മനസ്സിലാകുന്നത് ഏശാവാണ് ആദ്യം വന്നതെങ്കിലും ആ ഏശാവിനെ മുന്നോട്ട് വിടാതെ അവൻ്റെ കുതികാലിൽ ആര് കയറി പിടിച്ചിട്ടുണ്ടായിരുന്നു? ഗർഭത്തിൽ വെച്ച് തന്നെ യാക്കോബ് കയറി പിടിച്ചിരുന്നു. അവിടം തൊട്ട് തുടങ്ങിയതാ ഇവൻ്റെ സ്വഭാവം. ഏത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുതികാൽ പിടിക്കുന്നവൻ എന്നുള്ള അർത്ഥം, അതായത് മറ്റൊരാളെ മുന്നോട്ട് വിടാത്തതായ ഒരു അനുഭവം. അങ്ങനെയുള്ള ഒരു വ്യക്തി, അതാണ് ഉപായി എന്ന് നമ്മൾ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കുതികാൽ പിടിക്കുന്നവൻ എന്നുള്ള അർത്ഥമാണ്. ഏതു മാർഗവും ഉപയോഗിച്ച് ഒന്നാമനാകണം. അതിനുവേണ്ടി അവനിൽ തന്നെ ആശ്രയിക്കുകയാണ്. അവൻ ദൈവാശ്രയമില്ല, മനുഷ്യനിലും ആശ്രയമില്ല. അവൻ പറയുന്നത് എൻ്റെ ചേട്ടനെ ഞാൻ വിളത്തില്ല, സ്വയാശ്രയിയാണ്. അപ്പോൾ യാക്കോവിൻ്റെ സ്വയാശ്രയം എവിടുന്ന് തുടങ്ങുന്നതാ? ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ തുടങ്ങുന്നതാണ്. ജനനത്തിൻ്റെ സമയത്ത് തന്നെ തുടങ്ങുന്നതാണ്. എന്നിട്ട് അവർ വളർന്നു വന്നു. അവിടെ നമ്മൾ വായിക്കുന്നത് ഏശാവ് വേട്ടയിൽ സമർത്ഥനും വനസഞ്ചാരിയും യാക്കോബ് സാധുശീലനും കൂടാരവാസിയും ആയിരുന്നു. അവൻ വേട്ടക്കാരൻ, മൂത്ത ആള്. യാക്കോബ് കൂടാരവാസി. അവൻ അങ്ങനെ ഇങ്ങനെയൊന്നും പുറത്തോട്ടൊന്നും പോകത്തൊന്നുമില്ല. അവൻ എങ്ങനെയെങ്കിലുമൊക്കെ ഇങ്ങനെ തത്തിപ്പത്തിയൊക്കെ നിന്ന് അമ്മയുടെ അടുത്തൊക്കെ ഇങ്ങനെ നിന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം അവന് മറ്റവൻ ശക്തനാണ്, വേട്ടയൊക്കെ ചെയ്ത് നല്ല ശക്തനായ ആളാണ്. ഇവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂർമ്മബുദ്ധി എന്ന് പറഞ്ഞാൽ പോലെ കുരുട്ടുബുദ്ധി എന്ന് വേണമെങ്കിൽ പറയണം. അങ്ങനെയുള്ള ഒരു ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഇൻ്റലിജൻസ് ഒന്നുമല്ല. അതിന് പകരം എങ്ങനെയും അങ്ങനെ കുരുട്ടുബുദ്ധി ഉപയോഗിക്കുന്ന ഉപായിയായ യാക്കോബ് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇസഹാക്കിന് ശക്തനായ ഏശാവിനോടാണ് താല്പര്യമെങ്കിലും റിബേക്കായ്ക്ക് താല്പര്യം കൂടുതൽ യാക്കോബിനോടാണ്.
അവിടെ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്. കുട്ടികൾ വളർന്നു. എന്നിട്ട് 28-ാമത്തെ വാക്യത്തിൽ ഏശാവിൻ്റെ വേട്ട ഇറച്ചിയിൽ രുചി പിടിച്ചിരുന്നത് കൊണ്ട് ഇസഹാക്ക് അവനെ സ്നേഹിച്ചു, റിബേക്കയോ യാക്കോബിനെ സ്നേഹിച്ചു. ഇസഹാക്ക് ഏശാവിനെ സ്നേഹിച്ചു. കാര്യം നല്ല ഒന്നാന്തരം ഇറച്ചി കൊണ്ട് കൊടുക്കും. ചില അപ്പന്മാരങ്ങനെ കേട്ടോ, അവരെ വശത്താക്കാൻ ഇങ്ങനെയുള്ള ചില ചില്ലറ പരിപാടികളൊക്കെ മതി. എന്നാൽ റിബേക്ക യാക്കോബിനെ സ്നേഹിക്കാനുള്ള പ്രധാന കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, അവൾ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടതാണ്. എന്ത്? ഫ്യൂച്ചറിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഏശാവ് വേട്ടക്കാരനൊക്കെ ആയിരിക്കും, ശക്തനൊക്കെ ആയിരിക്കും, പക്ഷേ ഏശാവ് യാക്കോബിനെ സേവിക്കും എന്നുള്ള തിരിച്ചറിവ് ദൈവത്തിൽ നിന്ന് ആർക്ക് ലഭിച്ചിരുന്നു? റിബേക്കായ്ക്ക് ലഭിച്ചിരുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ ഇവൾ ഇത് യാക്കോബിനോടും പലപ്പോഴും പറഞ്ഞു കാണും, മോനെ ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ ഈ കുടുംബം നോക്കേണ്ടതെന്ന്. നമ്മുടെ ഭാഷ പറഞ്ഞാൽ നീ അടുത്ത ആൾ, ഈ കുടുംബത്തിൻ്റെ തലവനായിട്ട് വരേണ്ടത് ഏശാവല്ല, നീയാണ്. കാര്യം ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, എന്ത്? മൂത്തവൻ ഇളയവനെ സേവിക്കും. അതുകൊണ്ട് നീയാണ് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്, നീയാണ് ഞങ്ങളുടെ അടുത്ത അനന്തരാവകാശി, മൂത്താളല്ല, ശരിക്കും മൂത്താളാണ് വരേണ്ടത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ വാഗ്ദത്തം ഒരുപക്ഷെ ജ്യേഷ്ഠാവകാശം തനിക്ക് ലഭിക്കും എന്നുള്ളത് യാക്കോബിനോട് റിബേക്ക ആ ദൈവ വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ ചിന്തിക്കുന്നത് അങ്ങനെയല്ല. ഇവൻ ചിന്തിക്കുന്നത് ഓക്കെ, എനിക്കാണ് ജ്യേഷ്ഠാവകാശം, ശരി, എന്നാൽ പിന്നെ ദൈവം അങ്ങനെ വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സമയത്ത് കർത്താവ് എനിക്കത് തരും എന്നൊന്നും ചിന്തിക്കാനൊന്നും ഇവനെ കിട്ടത്തില്ല. അവൻ പറയുന്നത് ഞാൻ ജ്യേഷ്ഠനാകണമെങ്കിൽ അഥവാ ജ്യേഷ്ഠാവകാശം എനിക്കാണെങ്കിൽ ഞാനത് നേടിയെടുക്കുമെന്നാണ് പറയുന്നത്. അത് ഞാൻ നേടിയെടുക്കും. അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം അത് ദൈവം ചെയ്തു കൊള്ളുമെന്ന് അവൻ ചിന്തിക്കുന്നില്ല, എങ്ങനെയും അത് നേടിയെടുക്കണമെന്ന് അവൻ തീരുമാനിച്ചു. ജ്യേഷ്ഠൻ മുമ്പനായി കൂടാ, ഞാൻ എൻ്റെ ജ്യേഷ്ഠൻ്റെ കുതികാൽ പിടിക്കും. കുതികാൽ പിടിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ഗർഭപാത്രത്തിൽ വെച്ച് നടക്കുന്ന കാര്യം മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ജീവിതത്തിൽ എപ്പോഴും അവൻ്റെ മനസ്സിലെ ചിന്ത എന്താണെന്നറിയാം, എൻ്റെ ചേട്ടൻ വേട്ടക്കാരനും നല്ല ശക്തിയുള്ളവനും ഒക്കെയാണ്, പക്ഷേ ഞാനതൊന്നും വിട്ടുകൊടുക്കത്തില്ല. ഞാൻ എൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ഞാൻ എന്തു ചെയ്യും? ജ്യേഷ്ഠാവകാശം ഞാൻ കൈക്കലാക്കും എന്ന് അവൻ തീരുമാനിച്ചു. ജ്യേഷ്ഠാവകാശം എന്ന് പറയുമ്പോൾ മൂത്ത മകൻ എന്നുള്ള അർത്ഥം, പക്ഷേ ജ്യേഷ്ഠൻ എന്ന് മാത്രമല്ല, ജ്യേഷ്ഠനൊരു അവകാശമുണ്ട്. ആ അവകാശം, അതിൻ്റെ ഈ എബ്രായ പാരമ്പര്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ചില്ലറക്കാര്യമൊന്നുമല്ല. ജ്യേഷ്ഠനായി കഴിഞ്ഞാലുള്ള ആ പദവികൾ അല്ലെങ്കിൽ അവന് ലഭിക്കാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വളരെ വ്യാപകമായ പല കാര്യങ്ങൾ ഈ ജ്യേഷ്ഠന് ലഭിക്കാനുണ്ട്. ജ്യേഷ്ഠാവകാശത്തിൻ്റെ അനുഭവത്തിൽ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പഴയ നിയമത്തിൽ എബ്രായ പാരമ്പര്യം വെച്ച് പഠിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പല കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇരട്ടി പങ്ക്. നമ്മൾ ആവർത്തന പുസ്തകം അതിൻ്റെ 21-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ 16-17 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് അവൻ സ്വത്ത്, അതായത് ഇവിടുത്തെ ഒരു പ്രത്യേക സാഹചര്യമാണ്. 2 ഭാര്യമാർ, അതിനകത്ത് ഇഷ്ടമുള്ള ഒരു ഭാര്യ, ഇഷ്ടമില്ലാത്തൊരു ഭാര്യ, 2 ഭാര്യ ഉണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ ഇഷ്ടമില്ലാത്ത ഭാര്യയ്ക്ക് ഒരു മോനുണ്ടായി, അവനാണ് മൂത്ത ആൾ. ഇഷ്ടമുള്ള ഭാര്യയ്ക്ക് ഒരു മകനുണ്ടായി, അത് 2ാമത്തെ പുത്രൻ. പക്ഷേ 2ാമനായതുകൊണ്ട് ഇഷ്ടമുള്ള ആളുടെ മോന് ജ്യേഷ്ഠാവകാശം കൊടുക്കാൻ പറ്റത്തില്ല. ജനനത്താൽ തീരുമാനിക്കപ്പെടുന്നതാണ് എന്ത്? ജ്യേഷ്ഠാവകാശം. അവിടെ 16-ാം വാക്യത്തിൽ വായിക്കുന്നത്, അവൻ തൻ്റെ സ്വത്ത് പുത്രന്മാർക്ക് ഭാഗിച്ചു കൊടുക്കുമ്പോൾ അനിഷ്ടയുടെ മകനായ ആദ്യജാതന് പകരം ഇഷ്ടയുടെ മകന് ജ്യേഷ്ഠാവകാശം കൊടുത്തുകൂടാ. തനിക്കുള്ള സകലത്തിലും 2 പങ്ക് അനിഷ്ടയുടെ മകന് കൊടുത്ത് അവനെ ആദ്യജാതനെന്ന് സ്വീകരിക്കണം. അപ്പോൾ
മൂത്ത പുത്രന് അഥവാ ജ്യേഷ്ഠാവകാശം ലഭിക്കുന്ന വ്യക്തിക്കുള്ള ഒന്നാമത്തെ ഏറ്റവും വലിയ പദവി എന്താണ്? ഇരട്ടിപ്പങ്ക്. അപ്പോൾ ഇരട്ടിപ്പങ്ക് ലഭിക്കുന്നു എന്നുള്ളത് ഒരു കാര്യമാണ്. എന്നാൽ അതേപോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പനെ പ്രതിനിധീകരിക്കുവാനുള്ള അവകാശം ലഭിക്കുന്നത് മൂത്തപുത്രനാണ്. അതായത് കുടുംബത്തിൻ്റെ തലവൻ. അപ്പൻ്റെ മരണത്തിൽ മൂത്തപുത്രൻ ഗോത്രപിതാവായി തീരുകയാണ്, പാട്രിയാർക്ക്. മൂത്ത ആരാണെന്നാണുള്ള ചോദ്യം. അല്ലാതെ ബുദ്ധിയുള്ളവനെന്നോ ശക്തിയുള്ളവനെന്നോ ഒന്നും അവിടെ വിഷയമല്ല. മൂത്തപുത്രനാണ് അപ്പനെ പ്രതിനിധീകരിക്കുവാനുള്ള അവകാശം. അവനെയാണ് ഗോത്രപിതാവായിട്ട് തീരുമാനിക്കുന്നത്. എന്ന് തന്നെയല്ല, കുടുംബ പുരോഹിതനായിട്ട്, കുടുംബത്തിൻ്റെ പുരോഹിതൻ, പ്രീസ്റ്റ് ഓഫ് ദ ഹൗസ്, ഇതെല്ലാം ഈ മൂത്ത പുത്രനാണ് ലഭിക്കുന്നത്. ഇനി രാജാക്കന്മാരാണെങ്കിൽ പോലും രാജ പദവി അല്ലെങ്കിൽ രാജ്യം തന്നെ ലഭിക്കുന്നത് ആർക്കാണെന്നറിയാമോ? മൂത്തപുത്രനാണ്. ഇവിടെ 2 ദിനവൃത്താന്ത പുസ്തകത്തിൽ അതിന് വ്യക്തമായ തെളിവ് തരത്തക്ക രീതിയിൽ അതിൻ്റെ 21-ാമത്തെ അധ്യായത്തിൽ, 2 ദിനവൃത്താന്ത പുസ്തകം 21-ാമത്തെ അധ്യായത്തിൽ യഹോശഫാത്തിൻ്റെ മക്കളെക്കുറിച്ച് അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. യഹോശഫാത്ത് തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. ദാവീദിൻ്റെ നഗരത്തിൽ അവനെ പിതാക്കന്മാരോടുകൂടെ അടക്കം ചെയ്തു. അവൻ്റെ മകനായ യഹോരാം അവന് പകരം രാജാവായി. അവന് യഹോശഫാത്തിൻ്റെ പുത്രന്മാരായി അസരിയാവ്, യഹിയേൽ, സെക്കരിയാവ്, അസരിയാവ്, മിഖായേൽ, ശെഫത്യാവ് എന്നീ സഹോദരന്മാരുണ്ടായിരുന്നു. ഇവരെല്ലാവരും യഹൂദ രാജാവായ യഹോശഫാത്തിൻ്റെ പുത്രന്മാർ. അവരുടെ അപ്പൻ അവർക്ക് വെള്ളിയും പൊന്നും വിശേഷ വസ്തുക്കളുമായ വലിയ ദാനങ്ങളും യഹൂദയിൽ ഉറപ്പുള്ള പട്ടണങ്ങളും കൊടുത്തു. എന്നാൽ യഹോരാം ആദ്യജാതനായിരിക്കയാൽ രാജത്വം അവന് കൊടുത്തു. മറ്റേ കുഞ്ഞുങ്ങളെയെല്ലാം ഒഴിവാക്കിയെന്നോ അവർക്കൊന്നും കൊടുത്തില്ലെന്നോ അല്ല. അവർക്ക് വെള്ളിയും പൊന്നും പട്ടണങ്ങളും എല്ലാം കൊടുത്തു. പക്ഷേ രാജത്വം ആർക്ക് കൊടുത്തു? യഹോരാമിന് കൊടുത്തു. അതിനൊറ്റ കാരണമേ ഉള്ളൂ. എന്താണ്? അവൻ മൂത്ത പുത്രൻ ആയതുകൊണ്ട് ആ രാജ്യം, അതായത് കുടുംബത്തിൻ്റെ മൂത്ത പുത്രനാണ് അപ്പനെ പ്രതിനിധീകരിക്കുവാനുള്ള അവകാശം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എന്നാൽ ഇങ്ങനെ കുറച്ച് വസ്തുക്കൾ കിട്ടുന്നതോ ഇരട്ടി പങ്ക് കിട്ടുന്നതോ മാത്രമല്ല. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അപ്പനെ പ്രതിനിധീകരിക്കുക എന്ന് പറയുമ്പോൾ പ്രിവിലേജസ് മാത്രമല്ല, അതുപോലെ അപ്പനെ പ്രതിനിധീകരിക്കുന്നതിന് ചില റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങളുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മൂത്തപുത്രനായി എനിക്ക് ഒത്തിരി കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷേ ആ അപ്പൻ്റെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കുവാൻ അപ്പൻ്റെ മൂത്തപുത്രനാണ് ഉത്തരവാദിത്തമുള്ളത്. അപ്പന് പകരം നിൽക്കാനായിട്ട് ഉത്തരവാദിത്തമുള്ളത്. എന്നാൽ അപ്പന് പകരം നിൽക്കുന്നെന്ന് മാത്രമല്ല, ഈ മൂത്തപുത്രൻ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവനുമാണ്. നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ അതിൻ്റെ 22-ാമത്തെ അധ്യായത്തിൽ, ഞാൻ ചില വാക്യങ്ങളങ്ങ് വായിച്ചു പോകുന്നതേ ഉള്ളൂ. 22-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, നിൻ്റെ വിളവും ദ്രാവക വർഗവും അർപ്പിപ്പാൻ താമസിക്കരുത്, നിൻ്റെ പുത്രന്മാരിൽ ആദ്യജാതനെ എനിക്ക് തരണം. അവൻ മൂത്തപുത്രൻ അപ്പനെ പ്രതിനിധീകരിക്കുക മാത്രമല്ല, ഹീ ഈസ് കോൺസിക്രേറ്റഡ് ഫോർ ഗാഡ്. അതാണ് ഞാൻ പറഞ്ഞത്, മൂത്തപുത്രനാകുന്നത് അത്ര ചില്ലറ കാര്യമൊന്നുമല്ല. മൂത്തപുത്രനായ എനിക്ക് കുറച്ചുകൂടെ സമ്പത്ത് കിട്ടുമെന്നൊക്കെ ആയിരിക്കും പൊതുവേ ഉള്ള ഒരു ചിന്ത. ശരിയാണ്, ഇരട്ടി പങ്ക് കിട്ടുന്നുണ്ട്. പക്ഷേ വേറൊരു കാര്യമുണ്ട്. അവൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം അവൻ മനസ്സിലാക്കണം, അവൻ ദൈവത്തിൻ്റെ വകയാണ്. അപ്പോൾ അവൻ പ്രതിനിധീകരിക്കുന്നത് അപ്പനെ മാത്രമല്ല, ദൈവത്തെ കൂടെയാണ്. അതാണ് അവിടുത്തെ പ്രത്യേകത. നമ്മൾ സംഖ്യാപുസ്തകത്തിൽ, ഞാൻ ആ വാക്യങ്ങളൊക്കെ വായിക്കുകയാണ്, സംഖ്യാപുസ്തകത്തിലും അതിൻ്റെ 8-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അവർ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നിന്ന് എനിക്ക് സാക്ഷാൽ ദാനമായുള്ളവർ എല്ലാ ഇസ്രായേൽ മക്കളിലുമുള്ള ആദ്യജാതന്മാർക്ക് പകരം ഞാൻ അവരെ എനിക്കായി എടുത്തിരിക്കുന്നു. ലേവ്യരെക്കുറിച്ചാണ് പറയുന്നത്. ആദ്യജാതന്മാർക്ക് പകരം, അതായത് കർത്താവ് പറയാണ്, ആദ്യജാതൻ എനിക്കുള്ളത്,
എന്നാൽ ലേവ്യർ മൊത്തം എനിക്കുള്ളതാണ്. കാരണം ആദ്യജാതൻ എനിക്കുള്ളതായതുകൊണ്ട് ഈ ആദ്യജാതന്മാർക്ക് പകരം ഞാനൊരു ഗോത്രത്തെ തന്നെ അങ്ങ് എടുത്തിരിക്കുകയാണ്. ആ ഗോത്രത്തെ കർത്താവ് തിരഞ്ഞെടുക്കുന്നു. രൂപേനയല്ല തിരഞ്ഞെടുത്തത്, ലേവിയെയാണ് തിരഞ്ഞെടുത്തത്. കർത്താവ് ആ രീതിയിൽ കൊടുക്കണം. ലേവ്യരെ ആദ്യജാതന്മാർക്ക് പകരമെടുത്തിരിക്കുന്നു. അങ്ങനെ പകരമെടുത്തു കഴിഞ്ഞാൽ എന്താ പ്രത്യേകത? നമ്മൾ ചിന്തിക്കും, നമ്മൾക്കൊക്കെ ഒരു ഇതുണ്ടല്ലോ, നമ്മളെ കർത്താവ് വേർതിരിച്ചു കഴിഞ്ഞാൽ പിന്നെ ലോകത്തിലുള്ള എല്ലാ സമ്പത്തും നമ്മുടെയാണ്, പിന്നെ മറ്റുള്ളവരുടേതും കൂടെ നമ്മുടെയാണെന്നാണ് ലേവ്യരുടെ ചിന്ത. അങ്ങനല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ദൈവം തനിക്ക് വേണ്ടി തന്നെ ലേവ്യരെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടായ കാര്യം എന്നറിയാമോ? എല്ലാവർക്കും അത്ര ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ സംഖ്യാപുസ്തകത്തിൻ്റെ 18-ാം അധ്യായത്തിൽ നമ്മൾ വരുമ്പോൾ അതിൻ്റെ 20-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, യഹോവ പിന്നെയും അഹരോനോട്, നിനക്ക് അവരുടെ ഭൂമിയിൽ ഒരു അവകാശവും ഉണ്ടാകരുത്, അവരുടെ ഇടയിൽ നിനക്കൊരു ഓഹരിയും അരുത്. ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ഞാൻ തന്നെ നിൻ്റെ ഓഹരിയും അവകാശവുമാകുന്നു എന്ന് അരുളി ചെയ്തു. ലേവ്യർക്കോ ഞാൻ സമാഗമന കൂടാരം സംബന്ധിച്ച് അവർ ചെയ്യുന്ന വേലയ്ക്ക് ഇസ്രായേലിലുള്ള ദശാംശമെല്ലാം അവകാശമായി കൊടുത്തിരിക്കുന്നു. പക്ഷേ ലേവ്യരെ കർത്താവ് ആദ്യജാതന്മാർക്ക് പകരമെടുത്തിരിക്കുകയാണ്. പക്ഷേ രാജ്യം വീതിച്ചു കൊടുത്തപ്പോൾ ലേവ്യർക്ക് കൊടുത്തില്ല. അപ്പം നമ്മുടെ ഒരു സ്വാഭാവികമായ ചിന്തയുണ്ടല്ലോ, ഒരാൾ ദൈവപൈതലായി കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ചേട്ടൻ്റേതും കൂടെ അവന് കിട്ടും, അവൻ്റെ അനിയൻ്റേതും കൂടെ അവന് കിട്ടുമെന്ന്. അങ്ങനല്ല. ശരിക്കും ഇവിടെ പറയുന്നതെന്നറിയാമോ? പിന്നെ അവൻ ചിന്തിക്കുന്നതും പറയുന്നതും എനിക്ക് ആരുടെ ഒന്നും വേണ്ട, ആരുടെ ഒന്നും വേണ്ടെന്ന് പറയുന്നത് മുമ്പേ പറയുന്നത് പോലെ സ്വയാശ്രയത്തിൻ്റെ പ്രശ്നമല്ല. എൻ്റെ ഓഹരി ദൈവമാണ് എൻ്റെ ഓഹരി എന്ന് പറയുന്നതായ ഒരു അവസ്ഥ. എഹെസ്കേലിൻ്റെ പുസ്തകത്തിലും ഇതേപോലെ തന്നെ ഒരു വേദഭാഗം നമ്മളതിൻ്റെ 44-ാം അധ്യായത്തിൽ അതിൻ്റെ 28-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, അവിടെ എഴുതിയിരിക്കുന്നത്, അവരുടെ അവകാശമോ ഞാൻ തന്നെ അവരുടെ അവകാശം, നിങ്ങൾ അവർക്ക് ഇസ്രായേലിൽ സ്വത്തൊന്നും കൊടുക്കരുത്, ഞാൻ തന്നെ അവരുടെ സ്വത്താകുന്നു. ഇതൊന്നും നമുക്കത്ര ഇഷ്ടപ്പെട്ട വാക്യങ്ങളൊന്നും ആയിരിക്കത്തില്ല. നമുക്ക് വേദപുസ്തകത്തിൽ ഇഷ്ടമുള്ള വാക്യങ്ങളുമുണ്ട്, ചില വാക്യങ്ങളൊക്കെ അത്രയ്ക്കങ്ങ് ഇഷ്ടമായിരിക്കത്തില്ല. പക്ഷേ ഇഷ്ടപ്പെടുന്ന വാക്യങ്ങൾ കൊണ്ടല്ലല്ലോ വേദോസം നിറച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനം കൊണ്ടാണ്. അതുകൊണ്ട് ഇത് നമ്മൾ വായിച്ച് മനസ്സിലാക്കണം. നമ്മൾ ദൈവത്തിൻ്റെ വകയാണെങ്കിൽ ദൈവം നമ്മുടെ വകയുമാണ്. ഞാൻ തന്നെ അവരുടെ ഓഹരി. ഞാൻ ദൈവത്തിൻ്റെ വകയാണെങ്കിൽ ദൈവം എൻ്റെ വകയുമാണ്. പിന്നെ ദൈവം എനിക്കുണ്ടെങ്കിൽ പിന്നെ എനിക്ക് എന്തിനാണ് ഇതിൻ്റെ എല്ലാം പുറകെ നടക്കുന്നത്? ദൈവത്തെ സ്വന്തമാക്കിയവൻ ഭൂമിയിലുള്ള വസ്തുക്കളുടെയും ഇതിൻ്റെയും പുറകെ നടന്ന് വഴക്കുണ്ടാക്കത്തില്ല. കാര്യം അവൻ പറയുന്നത്, എനിക്ക് ദൈവം ഉണ്ടല്ലോ, എനിക്ക് എൻ്റെ കർത്താവ് ഉണ്ടല്ലോ, എനിക്കത് മതി. അവനൊരു സംതൃപ്തി ഉണ്ടായിരിക്കും. പക്ഷെ ഇന്ന് പലർക്കും അങ്ങനെ സംതൃപ്തി ഇല്ല. അതൊരു വലിയ വിഷയമാണ്. ഓക്കെ, അത് പോട്ടെ. എന്നാൽ ഈ ആദ്യജാതൻ്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ആദ്യജാതൻ അവൻ്റെ പിതാവിനെ പ്രതിനിധീകരിക്കുന്നവനാണെന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യജാതൻ അപ്പൻ്റെ അംബാസഡറാണല്ലോ ഒരു രാജ്യത്തെയൊക്കെ പ്രതിനിധീകരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയുടെ അംബാസഡർ ഏതെങ്കിലും ഒരു രാജ്യത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കുന്നതും ഇന്ത്യക്ക് വേണ്ടി ഒപ്പിടുന്നതും ഇന്ത്യക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യും. ഞാനിപ്പോൾ ബെനിനിലായിരുന്നു കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ. അപ്പോൾ കഴിഞ്ഞ മാസം ബെനിനിലുണ്ടായിരുന്ന സമയത്ത് ബെനിനിലും ഉണ്ട് ഇന്ത്യൻ അംബാസഡർ. ആ ഇന്ത്യൻ അംബാസഡർ ഇന്ത്യക്ക് വേണ്ടി അവിടെ നിൽക്കുകയാണ്. ഇന്ത്യക്ക് എന്തവിടെ ചെയ്യണമെങ്കിലും ആരാ ചെയ്യുന്നത്? ഈ അംബാസഡറാണ് ചെയ്യുന്നത്, അല്ലേ? ഇന്ത്യക്ക് വേണ്ടി ഒപ്പിടുന്നത് പോലും ഈ അംബാസഡറാണ്. ഇതുപോലെ പിതാവിൻ്റെ പ്രതിനിധിയാണ് ആദ്യജാതൻ, അംബാസഡറാണ്. അങ്ങനെ പിതാവിൻ്റെ പ്രതിനിധിയായി ദൈവമാക്കിയിരിക്കുന്ന ആ മൂത്ത പുത്രൻ, അത് ഓരോ ഭവനത്തിലെയും കാര്യങ്ങൾ വേണമെങ്കിൽ പറയാം. പക്ഷേ അടിസ്ഥാനപരമായി പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എല്ലാം നമ്മൾ ദൈവത്തിൻ്റെ പ്രതിനിധികളാണെന്നാണ്. വി ആർ അംബാസഡേഴ്സ് ഫോർ ക്രൈസ്റ്റ് എന്നാണ് നമ്മൾ വായിക്കുന്നത് തന്നെ, അല്ലേ? നമ്മൾ ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികൾ. അപ്പോൾ അത് ഇന്ന് തുടങ്ങിയതല്ല. ദൈവം
ഇസ്രായേലിനെ തന്നെ അവൻ്റെ മകനാക്കി തിരഞ്ഞെടുത്തിരിക്കുന്നെന്ന നമ്മൾ പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ കർത്താവ് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. അതിൻ്റെ 4-ാമത്തെ അധ്യായത്തിൽ 22-23 വാക്യങ്ങൾ വായിക്കുമ്പോൾ, നീ ഫറവോനോട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ എൻ്റെ പുത്രൻ, എൻ്റെ ആദ്യജാതൻ തന്നെ. അപ്പോൾ ഒരു വ്യക്തി മാത്രമല്ല, ഇവിടെ എന്താണ്, ഒരു സമൂഹം മുഴുവൻ ആരുടെ വകയാണ്, ആരുടെ ആദ്യജാതനാണ്? ഇസ്രായേൽ എൻ്റെ, അങ്ങനെയല്ലേ ഇവിടെ എഴുതിയിരിക്കുന്നത്, ഇസ്രായേൽ എൻ്റെ പുത്രൻ. ദൈവം പറയുക, അവൻ എൻ്റെ മകനാണ്. ഇസ്രായേൽ ജനത എൻ്റെ മകനാണ്, എൻ്റെ ആദ്യജാതനാണ്, എൻ്റെ ആദ്യജാതൻ. ഈ ആദ്യജാതൻ ദൈവത്തിൻ്റെ പ്രതിനിധിയാണ്. ദൈവത്തെ ശുശ്രൂഷിക്കേണ്ടതും അവനാണ്. നീ ഫറവോനോട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ എൻ്റെ പുത്രൻ, എൻ്റെ ആദ്യജാതൻ തന്നെ. എനിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ എൻ്റെ പുത്രനെ വിട്ടയക്കണമെന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. എനിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ. അപ്പോൾ നമ്മുടെ ഒരു വലിയ പ്രശ്നമാണ്, നമ്മളെപ്പോഴും പ്രിവിലേജസ് എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും, പക്ഷെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് മിണ്ടത്തില്ല. നമ്മുടെ പ്രിവിലേജാണ് നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ളത്. പക്ഷേ പ്രിവിലേജ് ആണെന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. വി നീഡ് ടു സെർവ് ദ ലോർഡ്. ഇഫ് വി ആർ ചിൽഡ്രൻ ഓഫ് ഗാഡ്, അവൻ്റെ മകനാണെങ്കിൽ നമ്മൾ അവനെ സേവിക്കുന്നവരായിരിക്കണം. അതാണ് അവിടെ കാണുന്നതായ ഒരു കാര്യം. അപ്പോൾ ഇസ്രായേലിന് ഈ പദവി എവിടെ നിന്ന് കിട്ടി? ഇസ്രായേൽ ജനതയ്ക്ക്. അത് പുറകോട്ടുള്ള ചരിത്രം പഠിച്ചു നോക്കുമ്പോൾ ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങൾക്ക്, അതാണല്ലോ ഇസ്രായേൽ ജനത എന്ന് പറയുന്നത്, ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങൾ. ഈ ഗോത്രങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ പദവി കിട്ടിയത്? പദവി കിട്ടിയത് യാക്കോബിൽ നിന്നാണ്. യാക്കോബിന് ഈ പദവി കിട്ടുന്നത് ഇസഹാക്കിൽ നിന്നാണ്. ഇസഹാക്കിന് ഈ പദവി കിട്ടുന്നത് അബ്രഹാമിൽ നിന്നാണ്. കാര്യം അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്കിൻ്റെ മകനായ യാക്കോബിൻ്റെ മക്കളായ 12 ഗോത്രങ്ങൾ. അപ്പോൾ 12 ഗോത്രങ്ങൾക്ക് യാക്കോബിൽ നിന്ന്, യാക്കോബിന് ഇസഹാക്കിൽ നിന്ന്, ഇസഹാക്കിന് അബ്രഹാമിൽ നിന്ന്. അബ്രഹാമിന് ഈ പദവി എവിടുന്നാണ് കിട്ടിയത്? കാരണം ഇതുവരെ നമ്മൾ പിതാക്കന്മാരുടെ കാര്യമൊക്കെയാണല്ലോ പറഞ്ഞത്. അബ്രഹാമിന് ഈ പദവി കിട്ടിയത് തേരഹിൽ നിന്നാണോ? അല്ല. അതുകൊണ്ടാണ് ഈ പദവി എന്ന് പറയുന്നത് ജനറ്റിക്കലായിട്ട് കിട്ടുന്ന ഒരു കാര്യമല്ല. പ്രത്യുത അത് ദൈവത്തെ പിതാവാക്കിയവർക്ക് കിട്ടുന്നതാണ്. അബ്രഹാമിനിത് തേരഹിൽ നിന്നല്ല കിട്ടിയത്. പ്രത്യുത അത് ദൈവത്തിൽ നിന്നാണ് കിട്ടുന്നത്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലാണല്ലോ അബ്രഹാമിനെ ദൈവം വിളിക്കുന്നത്. അവിടെ 1-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ ഒരു പുതിയ തുടക്കമാണ്. യഹോവ അബ്രാമിനോട് അരുളി ചെയ്തതെന്നാൽ, നീ നിൻ്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇത് തേരഹിൻ്റെ മകനായതുകൊണ്ട് ലഭിക്കുന്നതല്ല. പ്രത്യുത അബ്രാമിനെ ദൈവം ഡയറക്റ്റായിട്ട് വിളിച്ച് അവൻ്റെ പുത്രത്വം ദൈവം അബ്രാമിന് കൊടുക്കുകയാണ്. അവിടെയാണ് അനുഗ്രഹിക്കുക എന്ന വാക്കിൻ്റെ തന്നെ അർത്ഥം. അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ മകനാക്കുകയാണ്. ഇപ്പം ഇതേപോലെയുള്ള വാക്കുകൾ ഇതിനു മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ദൈവം ആദമിനെയും ഹവ്വയെയും മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് ദൈവം അവരെ അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹമൊക്കെ നമ്മൾ പറയുമ്പോഴത്തേക്ക് ചിലപ്പം നമ്മൾ ഒറീസയിലൊക്കെ ചെല്ലുമ്പം പിള്ളേരെയൊക്കെ എടുത്തുകൊണ്ട് ആൾക്കാർ വന്നിട്ട് പറയും, ആശീഷ് ദേനാഹ ഹോസ്കോ, അതിനെ അനുഗ്രഹിക്കണം. അപ്പോൾ നമ്മൾ തലയെ കൈവച്ച് അങ്ങ് അനുഗ്രഹിക്കും. ബിബ്ലിക്കൽ സെൻസിൽ അനുഗ്രഹിക്കുക എന്ന് പറയുന്നത് മക്കൾക്ക് മാത്രം കൊടുക്കുന്ന,
ഈ പശ്ചാത്തലം ഞാൻ പറയുന്നത് യാക്കോബുമായി ബന്ധപ്പെട്ട് അനുഗ്രഹവുമായിട്ട് വരുന്ന കാര്യത്തിന് വേണ്ടി നേരത്തെ ഒന്ന് പറഞ്ഞു വെക്കുന്നതാണ്. അനുഗ്രഹം എന്ന് പറയുന്നത് മക്കൾക്ക് കൊടുക്കുന്നതാണ്, പുത്രന് കൊടുക്കുന്നതാണ്. അപ്പോൾ ആദമിനെ ദൈവം പുത്രനാക്കി. അവൻ സൃഷ്ടിയാണ്, പക്ഷേ ഇപ്പോൾ പുത്രനുമാണ്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ജീനിയോളജി പറഞ്ഞ് പുറകോട്ട് പോയി ഏറ്റവും ഒടുവിൽ പറയുന്നത് ശേത്ത് ആദമിൻ്റെ മകൻ, ആദം ദൈവത്തിൻ്റെ മകൻ എന്നാണ്. അപ്പോൾ പുത്രത്വം കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുവിൻ. അതായത് ആദമിനും ആദമിലൂടെ ജനിക്കുന്ന മക്കൾക്കും പുത്രത്വം കൊടുത്തു. പക്ഷേ ആദം തന്നെ പുത്രത്വം വിട്ടുകളഞ്ഞു. ഈ പുത്രത്വം വേണമെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുത്താവുന്നതാണ്. ആദം അത് നഷ്ടപ്പെടുത്തി. ആദമിൻ്റെ മക്കളൊന്നും ആ നിലയിലേക്ക് വന്നതുമില്ല. ദൈവം ഇടയ്ക്കൊക്കെ ചില ആളുകളെ, ഹാനോക്കിനെ പോലുള്ള ആളുകളൊക്കെ കർത്താവിൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നിട്ടുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ പിന്നീട് ദൈവം അനുഗ്രഹിച്ചു എന്ന് പറയുന്നത് നോഹയാണ്. നോഹയുടെ കാലയളവിൽ ബാക്കിയുള്ള സകല ജനതയെയും നശിപ്പിച്ചിട്ട് ദൈവം നോഹയെ മാത്രം തെരഞ്ഞെടുത്തു, മകനാക്കി. അവിടെ എഴുതിയിരിക്കുന്നത് ജലപ്രളയം കഴിഞ്ഞപ്പോൾ ദൈവം നോഹയെ അനുഗ്രഹിച്ച് പറഞ്ഞതെന്തെന്നാൽ നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുവിൻ. അവിടെ നോഹയും നോഹയുടെ മക്കളേ ഉള്ളൂ. പിന്നീട് ഈ അനുഗ്രഹത്തെക്കുറിച്ച് സംസാരിക്കുന്നത് അബ്രഹാമിന് വേണ്ടിയാണ്. അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ട് അബ്രഹാമിനെ തിരഞ്ഞെടുത്തു. ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് ആദമിനെ തിരഞ്ഞെടുത്തത്. പക്ഷേ ആദം അത് നഷ്ടപ്പെടുത്തി കളഞ്ഞു. നോഹയെ തിരഞ്ഞെടുത്തതും അങ്ങനെ തന്നെയാണ്. പക്ഷേ നോഹയും നോഹയുടെ സന്തതി പരമ്പരകളും അതിൽ നിലനിന്നില്ല. അതുകൊണ്ട് അവരും മാറ്റപ്പെട്ടു പോയി. പിന്നീട് അബ്രഹാമിനെ തിരഞ്ഞെടുത്തപ്പോൾ നീ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുവാൻ പറയുന്നില്ല. പ്രത്യുത ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇപ്പോൾ അനുഗ്രഹം ജനറ്റിക്കലായിട്ട് കിട്ടുന്ന അനുഗ്രഹമല്ല. പ്രത്യുത ദൈവത്തിൻ്റെ പ്രതിനിധിയായ അബ്രഹാമിലൂടെ ദൈവവുമായി ബന്ധപ്പെടുന്നവർക്കാണ് ഇപ്പോൾ ഈ അനുഗ്രഹം വ്യാപകമാകുന്നത്. എന്നിട്ടും ദൈവം കരുണ തോന്നി അവൻ്റെ സന്തതി പരമ്പരകൾക്ക് എല്ലാവർക്കും ഇല്ല. അതിനകത്തെ അബ്രഹാമിന് പല മക്കളുണ്ടായിരുന്നു. അബ്രഹാമിൽ നിന്ന് ഇസ്മായിലിലേക്ക് വന്നില്ല. ആരിലേക്കാണ് വന്നത്? ഇസഹാക്കിലേക്ക്. ഇസഹാക്കിൽ നിന്ന് ഏശാവിലേക്ക് പോയില്ല, പ്രത്യുത യാക്കോബിലേക്ക്. ഈ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. പിന്നീട് അവൻ്റെ തലമുറകളിലേക്ക് അത് പകർന്നു കൊടുത്തെങ്കിലും ഈ അനുഗ്രഹം അവനെ ദൈവത്തെ പ്രതിനിധീകരിക്കുവാനുള്ള ഈ അവകാശം നമ്മൾ ആർക്ക് വേണമെങ്കിലും ഇത് വിട്ടുകളയാം, വേണ്ടാന്ന് വെക്കാം. അങ്ങനെ വേണ്ടാന്ന് വെച്ച ആളുകളുണ്ട്. അതാണ് നമ്മളിവിടെ ഇന്ന് കാണുന്ന യാക്കോബിൻ്റെയും ഏശാവിൻ്റെയും ചരിത്രത്തിൽ ഏശാവ് അത് വേണ്ടാന്ന് വയ്ക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം തോന്നാറുണ്ട്, ആൾക്കാർ ചോദിക്കാറുമുണ്ട്, എന്തുവാ ഏശാവിൽ നിന്ന് യാക്കോബിനെ അങ്ങ് തിരഞ്ഞെടുക്കാനുള്ള കാര്യം എന്തുവാ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യാക്കോബിനെ തിരഞ്ഞെടുത്തു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണെങ്കിൽ തന്നെ ഏശാവ് ഇത് വേണ്ടാന്ന് വെച്ചു എന്നുള്ളതും നമ്മൾ മറന്നു പോകരുത്. അതിനെക്കുറിച്ച് നമുക്ക് വരാം. അപ്പോൾ ഈ പുത്രത്വം എന്ന് പറയുന്നത് ദൈവത്തെ പ്രതിനിധീകരിക്കുവാനുള്ള അവകാശമാണ്. അപ്പനെ മാത്രമല്ല. ഇപ്പോൾ യാക്കോബ് ഇസഹാക്കിനെ മാത്രമല്ല പ്രതിനിധീകരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ദൈവത്തെ പ്രതിനിധീകരിക്കുവാനുള്ള അവകാശവും അവന് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദൈവത്തെ പ്രതിനിധീകരിക്കുവാനുള്ള അവകാശമുണ്ട്. ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക്. നമ്മളിപ്പോൾ രാജാക്കന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമുക്കൊക്കെ അറിയാവുന്ന ഏലിയാവിൻ്റെയും ഏലീശായുടെയും ചരിത്രമുണ്ടല്ലോ. 2 രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 2-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 9 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഏലിയാവ് എടുക്കപ്പെടുന്നതിന് മുമ്പ് എന്തു വേണമെന്ന്
ഏലിയാവ് എലീശയോട് ചോദിക്കുന്നതായ ഒരു സംഭവം. എൻ്റെ 9 മുതലുള്ള വാക്യങ്ങൾ. അവർ അക്കരെ കടന്ന ശേഷം ഏലിയാവ് എലീശയോട്, ഞാൻ നിങ്കിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടും മുമ്പേ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരയണം, ചോദിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. അതിനെ എലീശ, നിൻ്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എൻ്റെ മേൽ വരുമാറാകട്ടെ എന്ന് പറഞ്ഞു. ആത്മാവിൻ്റെ ഇരട്ടി പങ്ക്. അപ്പോൾ നമ്മളിത് ആദ്യം വായിക്കുമ്പോൾ ചിന്തിക്കുക, ഒരു ഭയങ്കര ചോദ്യമാണല്ലോ ഇവൻ ചോദിക്കുന്നത്. ഏലിയാവിനോട് നിന്നെപ്പോലെ ഞാൻ ആകട്ടെ എന്നൊക്കെ പറഞ്ഞാൽ പിന്നെയും വേണ്ടുകയില്ലായിരുന്നു. നിൻ്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് വേണമെന്നൊക്കെ പറയുമ്പോൾ ശരിക്കും എബ്രായ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് എലീശ ഇത് പറയുന്നത്. അതായത് എലീശ പറയുന്നത്, യജമാനനെ ഏലിയാവിനോട് പറയുകയാണ്, നിൻ്റെ കാലഘട്ടത്തിൽ നീയാണ് ദൈവത്തെ പ്രതിനിധീകരിച്ചത്. നീ ആയിരുന്നു ദൈവത്തിൻ്റെ അംബാസഡർ. നിൻ്റെ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ അംബാസഡർ നീ ആയിരുന്നു. എനിക്കൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ, നീ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാനായിരിക്കണം സ്വർഗത്തെ പ്രതിനിധീകരിക്കുന്നത്. അതാണ് ഇരട്ടിപ്പങ്ക്. അതായത് മൂത്ത പുത്രന് ലഭിക്കുന്ന പിതാവിനെ പ്രതിനിധീകരിക്കുവാനുള്ള അവകാശം. എലീശ പറയുന്നത്, ഏലിയാവേ, യജമാനൻ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ആ സ്വർഗത്തെ പ്രതിനിധീകരിക്കുവാനുള്ള അവകാശം എനിക്ക് ലഭിക്കണം. ഏലിയാവ് പറയുന്നത്, നീ പ്രയാസമുള്ള കാര്യമാകുന്നു ചോദിച്ചത്. ഞാൻ നിങ്ങളിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നുവെങ്കിൽ നിനക്കങ്ങനെ ഉണ്ടാകും, അല്ലെന്ന് വഴിയിൽ ഉണ്ടാകയില്ല. ഈ എന്നെ എന്ന് പറയുന്നതിനേക്കാൾ നീ അത് കാണുന്നുവെങ്കിൽ എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ കറക്റ്റ്. അതായത് ഞാൻ എടുക്കപ്പെടുന്നത് നീ കാണുന്നുവെങ്കിൽ. അതായത് എടുക്കപ്പെടുമ്പോൾ സ്വർഗം തുറന്നാണല്ലോ ഏലിയാവ് മുകളിലോട്ട് കയറിപ്പോകുന്നത്. അപ്പോൾ ആ തുറന്ന സ്വർഗത്തെ നീ കാണുന്നുവെങ്കിൽ നിനക്ക് സ്വർഗത്തെ പ്രതിനിധീകരിക്കുവാനുള്ള അവകാശം ലഭിക്കും. ഇതാണ് അവിടെ പറയുന്നത്. വാസ്തവത്തിൽ സ്വർഗത്തെ പ്രതിനിധീകരിക്കുവാനുള്ള അവകാശം ആർക്കാണ് ലഭിക്കുന്നത്? ഒരു തുറന്ന സ്വർഗത്തിൻ്റെ കീഴിൽ നിൽക്കുന്നവനാണ്. ആ സ്വർഗത്തിൻ്റെ പ്രതിനിധിയാകുവാനുള്ള അവകാശം. അപ്പോൾ ഞാനിത് ഇടയ്ക്ക് കയറ്റി പറഞ്ഞതാണ്, ജ്യേഷ്ഠാവകാശത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കുറച്ച് സമ്പത്ത് കിട്ടുന്നതോ സ്വത്ത് കിട്ടുന്നതോ അല്ല. പ്രത്യേകത എന്താണ്? പിതാവിനെ പ്രതിനിധീകരിക്കുവാനുള്ള അവകാശം. എന്നാൽ അത് പിതാവിനെ മാത്രമല്ല, ആത്യന്തികമായി ആരെയാണ് പ്രതിനിധീകരിക്കുന്നത്? ദൈവത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ജ്യേഷ്ഠാവകാശത്തിലൂടെ യാക്കോബ് ഇസഹാക്കിനെ പ്രതിനിധീകരിക്കുവാനുള്ള അവകാശം മാത്രമല്ല നേടിയെടുക്കുന്നത്, പ്രത്യുത ദൈവത്തെ പ്രതിനിധീകരിക്കുവാനുള്ള അവകാശമാണ്. യാക്കോബിൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഉപായിയാണ്, എല്ലാം നമുക്കറിയാം. അവൻ്റെ ജീവിതത്തിൽ ഒത്തിരി പാളിച്ചകളുണ്ട്, അത് നമ്മൾ പഠിക്കുകയും ചെയ്യുന്നുണ്ട്. അതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും വലുത്. പക്ഷേ അവൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന ഒരു വലിയ ഗുണം എന്നാണെന്നറിയാമോ? ഒന്ന്, അവനെപ്പോഴും ആഗ്രഹമുണ്ടായിരുന്നു, എനിക്കെൻ്റെ പിതാവിനെ പ്രതിനിധീകരിക്കണം, എൻ്റെ പിതാവിൻ്റെ പ്രതിനിധിയാകണം, അതിലൂടെ ദൈവത്തിൻ്റെ പ്രതിനിധിയാകണം എന്നുള്ള ആ വലിയ ഒരു അഭിവാഞ്ച അവനെപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജ്യേഷ്ഠാവകാശത്തിൻ്റെ ആനുകൂല്യങ്ങൾ ദൈവം തനിക്കാണ് വെച്ചിരിക്കുന്നതെന്ന് മാതാവിൽ നിന്ന് അവൻ മനസ്സിലാക്കിയെങ്കിലും അതിനായി ദൈവത്തെ കാര്യങ്ങൾ ഫലമേൽപ്പിക്കാൻ അവൻ തയ്യാറല്ലായിരുന്നു. അവൻ പറയുന്നത്, ഞാൻ അത് നേടിയെടുക്കും എന്നാണ്. അഥവാ അവനൊരു സ്വയാശ്രയിയായിട്ട് ദൈവത്തെ പ്രതിനിധീകരിക്കാനുള്ള അവകാശം, അല്ലെങ്കിൽ പിതാവിനെ പ്രതിനിധീകരിക്കുവാനുള്ള അവകാശം, ഇതെല്ലാം സ്വയം നേടിയെടുക്കുവാൻ അവൻ സ്വയാശ്രയിയായ അവൻ തീരുമാനിച്ചു. അതിനുവേണ്ടി ജ്യേഷ്ഠൻ്റെ കുതികാൽ പിടിക്കാനും അവൻ തയ്യാറാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ജ്യേഷ്ഠനെ മലർത്തി അടിക്കത്തക്ക രീതിയിലുള്ള ശാരീരിക വൈഭവം ഒന്നും ആർക്കില്ല, യാക്കോബിനില്ല. അതുകൊണ്ട് അവൻ കുബുദ്ധി ഉപയോഗിച്ച് എങ്ങനെയും ബുദ്ധിപൂർവമായി ജ്യേഷ്ഠനെ മലർത്തി അടിക്കാനുള്ള സകല കാര്യങ്ങളും അവൻ പരിശ്രമിക്കുന്നുണ്ട്. അതിനകത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയുന്നതായ ചുവന്ന പായസത്തിൻ്റെ കഥ. ഉൽപ്പത്തി പുസ്തകം 25-ാമത്തെ അധ്യായത്തിൽ നമ്മൾ അതിൻ്റെ 29 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത്,
ഒരിക്കൽ യാക്കോബ് ഒരു പായസം വെച്ചു. ഏശാവ് വെളിമ്പ്രദേശത്ത് നിന്ന് വന്നു. അവൻ നന്നാ ക്ഷീണിച്ചിരുന്നു. ഏശാവ് യാക്കോബിനോട്, ആ ചുവന്ന പായസം കുറെ എനിക്ക് തരണം, ഞാൻ നന്നാ ക്ഷീണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവൻ ഏദോം, ചുവന്നവൻ എന്ന് പേരായി. നിന്റെ ജ്യേഷ്ഠാവകാശം ഇന്ന് എനിക്ക് വിൽക്കുക എന്ന് യാക്കോബ് പറഞ്ഞു. അതിന് ഏശാവ്, ഞാൻ മരിക്കേണ്ടി വരുമല്ലോ, ഈ ജ്യേഷ്ഠാവകാശം എനിക്ക് എന്തിന് എന്ന് പറഞ്ഞു. ഇന്ന് എന്നോട് സത്യം ചെയ്യുക എന്ന് യാക്കോബ് പറഞ്ഞു. അവനോട് സത്യം ചെയ്തു. തൻ്റെ ജ്യേഷ്ഠാവകാശം യാക്കോബിന് വിറ്റു. യാക്കോബ് ഏശാവിനുള്ള അപ്പവും പയറുകൊണ്ടുള്ള പായസവും കൊടുത്തു. അവൻ ഭക്ഷിച്ച് പാനം ചെയ്തു എഴുന്നേറ്റ് പോയി. ഇങ്ങനെ ഏശാവ് ജ്യേഷ്ഠാവകാശത്തെ അലക്ഷ്യമാക്കി കളഞ്ഞു. അപ്പോൾ ജ്യേഷ്ഠാവകാശം അല്ലെങ്കിൽ ജ്യേഷ്ഠനെ മറികടക്കുന്നതായ ദൈവിക അനുഗ്രഹങ്ങൾ തനിക്കുണ്ടാകുമെന്ന് മാതാവിൽ നിന്ന് അവൻ മനസ്സിലാക്കിയെങ്കിലും അവൻ പറയുകയാണ്, അതെനിക്ക് കിട്ടണമെങ്കിൽ അത് ഞാൻ പരിശ്രമിച്ച് നേടിയെടുക്കാം. അതിനുവേണ്ടി ഒരു വലിയ ബുദ്ധി ഉപയോഗിച്ചു. എന്താണ്? അവൻ നല്ല ചുവന്ന പായസം ഉണ്ടാക്കി. അവൻ എവിടുന്ന ഈ ഫുഡ് കളറൊക്കെ കിട്ടിയെന്ന് എനിക്കറിയത്തില്ല. ഏതാണെങ്കിലും നല്ല ചുവന്ന പായസം, നമുക്കറിയാമല്ലോ. നല്ല പായസമാണെന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, കാണുമ്പം തന്നെ അല്ലേ ആ കളറ് തന്നെ എന്താ, അങ്ങനെയുള്ള ചുവന്ന പായസം ഒക്കെ അവൻ വെച്ചു. ഏശാവ് വേട്ടയ്ക്കൊക്കെ പോയി കഴിഞ്ഞ് നന്നാ ക്ഷീണിച്ച് മടങ്ങി വരുന്നതായ സന്ദർഭത്തിൽ നോക്കിയപ്പോൾ നല്ല ചുവന്ന പായസം. എപ്പോഴും ഈ നമ്മളെ കണ്ണുകൾക്ക് ഇമ്പം പകരുന്ന കാര്യങ്ങളിലാണല്ലോ നമ്മൾ കൂടുതൽ ആകർഷിക്കപ്പെടുന്നത്. കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. കൺമോഹം വളരെ സൂക്ഷിക്കണം കേട്ടോ. ഇന്ന് ഹോട്ടലുകാരുൾപ്പെടെ എല്ലാവരും കൂടുതൽ രുചി മാത്രമല്ല നോക്കുന്നത്, എന്താ അതിൻ്റെ അപ്പിയറൻസാണ്. പലപ്പോഴും എക്സ്റ്റേണൽ അപ്പിയറൻസാണ്. ഫുഡിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും നമ്മളെ പലപ്പോഴും തകർത്ത് കളയുന്നത് എക്സ്റ്റേണൽ അപ്പിയറൻസാണ്. ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിയാലും നമ്മൾ ഏറ്റവും കണ്ടാൽ കൊള്ളാവുന്നതാണ് ആകർഷിക്കപ്പെട്ട് ആവശ്യമില്ലാത്തതും കൂടെ വാങ്ങിച്ചു കളയും. അതിനകത്തുള്ളത് നല്ലതാണോ ഇല്ലയോ എന്ന് പോലും, അതിൻ്റെ ആ കവറിങ്ങും മറ്റുള്ള കാര്യങ്ങളും അങ്ങനെയാണ് ഇവരെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ യാക്കോബ് നല്ല ചുവന്ന പായസം ഉണ്ടാക്കി. അപ്പോൾ ഏശാവ് വന്ന് പറയുന്നു, എടാ കുഞ്ഞേ, എനിക്ക് ആ കുറച്ച് പായസം താടാ, ആ പായസത്തെ കുറച്ച് എനിക്ക് തരിക എന്ന് പറഞ്ഞു. ഞാൻ നന്നാ ക്ഷീണിച്ചിരിക്കുന്നു, ആ ചുവന്ന പായസം എനിക്ക് കുറച്ച് തരണം. അങ്ങനെയാണ് അവനെ ഏദോം എന്ന് പറഞ്ഞാലും ചുവന്നവൻ എന്നുള്ള അർത്ഥമാണ്. ഏശാവ് എന്ന് പറയുമ്പോഴും ഏകദേശം അതേ അർത്ഥം തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇവൻ പറഞ്ഞു, തരാം. അവന് പായസം കൊടുക്കുന്നതിന് മടിയൊന്നുമില്ല. ടെമ്പററി ആയിട്ടുള്ള ഒരു കാര്യം കൊടുത്തു, പെർമനൻ്റ് ആയിട്ടുള്ള കാര്യം വിലയ്ക്ക് വാങ്ങിക്കുന്നതാണ് പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രം എന്ന് പറയുന്നത്. പിശാചിൻ്റെ മാത്രമല്ല, ഏത് മനുഷ്യൻ്റെയും തന്ത്രം അതാണ്. ടെമ്പററി ആയിട്ടുള്ള പല കാര്യങ്ങൾ കാണിച്ചിട്ട്. യാക്കോബിൻ്റെയും അവസ്ഥ അതാണ്. യാക്കോബ് എന്ത് ചെയ്യുന്നു? യാക്കോബ് പറഞ്ഞു, ഓക്കെ, പായസം തരാം, പക്ഷേ നിൻ്റെ ജ്യേഷ്ഠാവകാശം എനിക്ക് തരിക. അപ്പോൾ ജ്യേഷ്ഠാവകാശം തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവൻ പറയുന്ന വാക്യം, അയ്യോ ജ്യേഷ്ഠാവകാശം ഒന്നും തന്നൊന്നുള്ള കളിയൊന്നും വേണ്ട, അത് ഞാൻ വിട്ടു തരത്തില്ല. കുടിച്ചില്ലെന്നുള്ളതേ ഉള്ളൂ എന്നിവൻ പറഞ്ഞോ? ഇല്ല. അവൻ പറയുന്നത്, ഏശാവ്, അയ്യോ ഞാൻ മരിക്കേണ്ടി വരുമല്ലോ, ഈ ജ്യേഷ്ഠാവകാശം എനിക്ക് എന്തിനാ? പോട്ടെ, നീ എടുത്തോടാ, ഞാൻ മരിക്കേണ്ടി വരുമല്ലോ എന്ന്. ചുമ്മാതാ. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും ഇത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ചത്തുപോകുന്നു. അതൊക്കെ നമ്മുടെ വെറും തോന്നല. അങ്ങനെ ഏതാണെങ്കിലും ഇവനെ എഴുന്നേറ്റ് നിന്ന് ചോദിക്കാനുള്ള അത്രയുമൊക്കെ ആരോഗ്യം ഇപ്പോഴും ഉണ്ടല്ലോ, ഇല്ലേ? എഴുന്നേറ്റ് നിന്ന് ചോദിക്കാനുള്ള ആരോഗ്യം. ഇത് കുടിച്ചില്ലെന്ന് പറഞ്ഞ് ഞാൻ ചത്തുപോകത്തൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ കളറൊക്കെ കണ്ടു കഴിഞ്ഞപ്പം ഇത് കിട്ടിയില്ലെങ്കിൽ ഞാൻ ചത്തുപോകുമെന്നുള്ള ചിന്ത. പലപ്പോഴും നമ്മളെ എല്ലാ പ്രലോഭനങ്ങളുടെയും പ്രത്യേകത ഇതാണ്. ഇത് എനിക്ക് കിട്ടിയില്ലെങ്കിൽ, ഈ സുഖം എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ പിന്നെന്തിനാ ജീവിച്ചിരിക്കുന്നത്? അതിനുവേണ്ടി ദൈവത്തെ പ്രതിനിധീകരിക്കുവാനുള്ള അവകാശം പോലും വിട്ടുകളയാൻ അവന് മടിയില്ല. അതാണ് നമ്മൾ കാണുന്നത്. നീ സത്യം ചെയ്യുക എന്ന് യാക്കോബ് പറഞ്ഞു. അവൻ സത്യം ചെയ്തു. തൻ്റെ ജ്യേഷ്ഠാവകാശം യാക്കോബിന് വിറ്റു. യാക്കോബ് എന്ത് ചെയ്തു? ഓക്കെ, പായസം ഇഷ്ടം പോലെ കുടിച്ചു, ഒരു കലം മുഴുവൻ കുടിച്ചു, ഇല്ലേ? അത് മൊത്തം കുടിച്ചു. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്നത്, അവൻ ഭക്ഷിച്ച് പാനം ചെയ്തു എഴുന്നേറ്റ് പോയി. അങ്ങനെ അവൻ ഏശാവ് ജ്യേഷ്ഠാവകാശത്തെ അലക്ഷ്യമാക്കി കളഞ്ഞു. നോക്കുക, ശരിക്കും
ഏശാവിനെയും യാക്കോബിനെയും കുറിച്ച് റോമാലേഖനത്തിൽ പറയുന്ന ഒരു വേദഭാഗം വായിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും ഒക്കെ സംശയം തോന്നുന്നതായ ഒരു കാര്യമുണ്ട്. ദൈവം എന്താ ഇങ്ങനെ ചെയ്ത് നോക്കും, എനിക്കും തോന്നിയിട്ടുണ്ട്. അതിൻ്റെ 9-ാമത്തെ അധ്യായത്തിൽ, റോമാലേഖനം 9-ാം അധ്യായത്തിൽ അതിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുമ്പേ തെരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയം പ്രവൃത്തികൾ നിമിത്തമല്ല, വിളിച്ചവൻ്റെ ഇഷ്ടം നിമിത്തം തന്നെ എന്ന് വരേണ്ടതിന് മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന് അവളോട് അരുളി ചെയ്തു. ഞാൻ യാക്കോബിനെ സ്നേഹിച്ച് ഏശാവിനെ ദ്വേഷിച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പോൾ ഇത് വായിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചു, കുട്ടികൾ ജനിക്കുന്നതിന് മുമ്പേ തന്നെ എന്തു ചെയ്തു? ദൈവം യാക്കോബിനെ സ്നേഹിച്ചു, ഏശാവിനെ ദ്വേഷിച്ചു. അതിച്ചിരി കടുപ്പമല്ലേ? ദൈവം അങ്ങനെയൊക്കെ അങ്ങ് ചെയ്യാമോ? ഏത്? അവനൊന്നും ചെയ്യുന്നതിന് മുമ്പേ തന്നെ എന്തു ചെയ്തു? ഏശാവിനെ ദ്വേഷിച്ചു, യാക്കോബിനെ സ്നേഹിച്ചു. ഇത് ചെയ്യുന്നത് ശരിയാണോ? തിരഞ്ഞെടുപ്പ് ദൈവത്തിൻ്റെയാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിലും ദൈവം ഇത് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് നടക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ അത് ദൈവത്തിൻ്റെ മുന്നറിവാണ്. മുൻ നിയമനത്തിന് മുമ്പ് നടക്കുന്നതാണ് മുന്നറിവ്. ദൈവശാസ്ത്രപരമായി വലിയൊരു പ്രശ്നം ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുന്നറിവ് അല്ലെങ്കിൽ മുൻനിയമനം എന്ന് പറയുന്നത്, പ്രീഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. അതായത് ചില ആളുകൾ പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് എന്താ? ദൈവം ചിലരെ നരകത്തിനായിട്ട് നിയമിച്ചിരിക്കുന്നു, ചിലരെ സ്വർഗത്തിനായിട്ട് നിയമിച്ചിരിക്കുന്നു. സ്വർഗത്തിനായിട്ട് നിയമിച്ചിരിക്കുന്നവൻ എന്തോ കാണിച്ചാലും ഒടുവിൽ അവിടെ തന്നെ ചെല്ലും. നരകത്തിനായി നിയമിച്ചവൻ എന്തെല്ലാം ചെയ്താലും അവന് രക്ഷിക്കപ്പെടാൻ പറ്റത്തില്ല. കാര്യം അവനെ നരകത്തിന് വേണ്ടിയാണ് സൃഷ്ടിച്ചത്. പിന്നെ യേശുക്രിസ്തു മരിച്ചത് എല്ലാവർക്കും വേണ്ടിയല്ല, തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടിയാണ് മരിച്ചത് എന്നൊക്കെ പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ഇതൊന്നും വേദപുസ്തകത്തിന് അനുസൃതമായ, എല്ലാവർക്കും എല്ലാത്തിനും വാക്യം കണ്ടുപിടിക്കാനുണ്ട്. മുൻനിയമനത്തിനുള്ള ഒരു വാക്യം ഇവിടെ പറയുന്നത്, യാക്കോബും ഏശാവും ഉണ്ടാകുന്നതിന് മുമ്പേ തന്നെ എന്തു ചെയ്തു? ദൈവം തീരുമാനമെടുത്തു എന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് തീരുമാനമെടുത്തു? അതാണ് ദൈവത്തിൻ്റെ മുന്നറിവ് എന്ന് പറയുന്നത്. അതായത് ഏശാവ് എങ്ങനെയുള്ളവനാണെന്നും യാക്കോബ് എങ്ങനെയുള്ളവനാണെന്നും ദൈവം എന്ത് ചെയ്തിരുന്നു? മുന്നറിഞ്ഞിരുന്നു. പ്രീ ഡെസ്റ്റിനേഷന് മുമ്പ് നടക്കുന്നതാണ് പ്രീ നോളജ്. ആ മുന്നറിവിലാണ് ദൈവം മുൻ നിയമിക്കുന്നത്. അതുകൊണ്ടാണല്ലോ റോമാലേഖനത്തിൽ തന്നെ പറയുന്നത്, അവൻ മുന്നറിഞ്ഞവരെ മുൻ നിയമിച്ചും, ഇല്ലേ? മുന്നറിഞ്ഞവരെ മുൻ നിയമിച്ചും, മുൻ നിയമിച്ചവരെ വിളിച്ചും, വിളിച്ചവരെ നീതീകരിച്ചും എന്നുള്ള നിലയിലാണല്ലോ നമ്മളവിടെ കാണുന്നത്. നമ്മൾ 8-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ 29-ാമത്തെ വാക്യത്തിൽ അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. ദൈവം മുൻ നിയമിച്ചത് ചുമ്മാതങ്ങ് മുൻ നിയമിച്ചതല്ല, ചിലരെ നരകത്തിനായിട്ട് സൃഷ്ടിച്ചതല്ല. അവൻ മുന്നറിഞ്ഞു, ഇവൻ നരകത്തിനെ തിരഞ്ഞെടുക്കുന്നവനാണെന്ന് മുന്നറിഞ്ഞു. ഇവന് യേശുവിനെ സ്വീകരിക്കുമെന്നുള്ളത് മുന്നറിഞ്ഞു. വളരെ കൃത്യമാണ് ആ വാക്യം. അവൻ മുന്നറിഞ്ഞവരെ മുൻ നിയമിച്ചിരിക്കുന്ന തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചു വിളിക്കുന്നു. പലപ്പോഴും ഈ വാക്യത്തിന് പകരം നമ്മൾ 30-ാമത്തെ വാക്യം മുതലേ ആൾക്കാർ വായിക്കത്തുള്ളൂ. മുൻ നിയമിച്ചവരെ വിളിച്ചും, വിളിച്ചവരെ നീതീകരിച്ചും, നീതീകരിച്ചവരെ തേജസ്കരിച്ചു വിളിക്കുന്നു. പക്ഷേ അതിന് മുമ്പിലത്തെ വാക്യം എന്താ വായിക്കാത്തേ? 29 കാണുന്നത് അവൻ മുന്നറിഞ്ഞവരെ, 8-ാം അധ്യായത്തിൻ്റെ റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 29, അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചു വിളിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ, ചിലരെ നരകത്തിനായി ദൈവം സൃഷ്ടിച്ചു എന്ന് ചിന്തിക്കരുത്. ദൈവം അങ്ങനെ ആരെയും നരകത്തിനായിട്ട് സൃഷ്ടിച്ചിട്ടില്ല. അത് നമ്മളുടെ തിരഞ്ഞെടുപ്പാണ്, നമ്മുടെ തിരഞ്ഞെടുപ്പാണ്. പക്ഷെ നമ്മൾ തിരഞ്ഞെടുക്കുമെന്നുള്ളത് ആർക്കറിയാം? ദൈവത്തിന് അറിയാം. അതുകൊണ്ട് നമ്മൾ യേശുവിനെ തിരഞ്ഞെടുക്കുമെന്ന് അറിഞ്ഞ വ്യക്തികളെ അവൻ മുൻ നിയമിച്ചു. മുന്നറിവാണ് മുൻ നിയമനത്തിന് മുമ്പ് നടക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. യാക്കോബിൻ്റെയും ഏശാവിൻ്റെയും ചരിത്രം വായിക്കുമ്പോൾ
നമ്മൾ ഇതേ കാര്യം തന്നെയാണ് കാണുന്നത്. യാക്കോബ് എങ്ങനെയുള്ളവനാണെന്നും എങ്ങനെയുള്ളവനാകുമെന്നും അവൻ്റെ ജീവിതാവസാനം വരെയുള്ള കാര്യങ്ങൾ ആർക്കറിയാമായിരുന്നു? ദൈവത്തിന് അറിയാമായിരുന്നു. ഏശാവിൻ്റെ സ്വഭാവവും ആർക്കറിയാമായിരുന്നു? തീർച്ചയായും ദൈവത്തിന് അറിയാമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ അവിടെ നമുക്ക് സംശയം ഉണ്ടാകാവുന്ന ഒരു വാക്യമെന്ന് പറയുന്നത് അതിൻ്റെ 13-ാമത്തെ 9-ാം അധ്യായം, റോമാലേഖനം 9:13 വാക്യത്തിൽ, ഞാൻ യാക്കോബിനെ സ്നേഹിച്ചു, ഏശാവിനെ ദ്വേഷിച്ചിരിക്കുന്നു. ഐ ലവ് ജേക്കബ് ആൻഡ് ഐ ഹേറ്റഡ് ഈസാവ്. ഇതും നമുക്ക് സംശയം ഉണ്ടാകാം. പക്ഷേ ഇവിടെ ഈ പകയ്ക്കുക എന്നുള്ള വാക്ക്, ഹെയ്റ്റ് എന്ന് പറയുന്ന വാക്ക്, നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന, മലയാളത്തിൽ ഉപയോഗിക്കുന്ന പദങ്ങൾക്ക് തുല്യമായ വാക്കല്ല. എബ്രായ പശ്ചാത്തലത്തിൽ പകയ്ക്കുക എന്ന് പറയുന്ന വാക്ക്, നമ്മളിവിടെ അവനെ പകച്ചു, ഹെയ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിലുള്ളൊരു ചിന്തയുണ്ടല്ലോ, എന്താണ്? ടോട്ടലി അബാൻഡൻ ചെയ്യുക എന്നുള്ള ഒരു അർത്ഥം വരുമല്ലോ. പക്ഷെ അങ്ങനൊരർത്ഥമല്ല. രണ്ട് ആളുകൾ മുന്നിൽ വന്ന് നിന്നിട്ട് ഒരാളെ തിരഞ്ഞെടുത്താൽ ആ തിരഞ്ഞെടുക്കുന്നവനെ സ്നേഹിക്കുന്നു, തിരഞ്ഞെടുക്കാത്തവനെ മാറ്റി നിർത്തുന്നു എന്നുള്ള അർത്ഥമേ അവിടെ വരുന്നുള്ളൂ. അല്ലാതെ പകയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ വെറുക്കുക എന്നുള്ളൊരർത്ഥം അവിടെ ഇല്ല. ദൈവം ആരെയും വെറുക്കുന്നില്ല. പ്രത്യേകിച്ച് ഏശാവിനെ വെറുത്തു എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയുകയില്ല. ഇപ്പം നമ്മൾ, കർത്താവ് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും സഹോദരനെയും സഹോദരിയെയും പകയ്ക്കുകയും ചെയ്യാതിരിക്കുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ഹെയ്റ്റ് യുവർ ഫാദർ യുവർ മദർ. അപ്പോൾ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്താ? അപ്പനെ വെറുക്കണം. അതാണോ അതിൻ്റെ അർത്ഥം? അല്ല. എന്താ അതിൻ്റെ അർത്ഥം? യേശുവും നിൻ്റെ പിതാവും രണ്ട് തട്ടിൽ നിന്ന് നിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വലിച്ചാൽ നീ യേശുവിൻ്റെ കൂടെ പോകണം, അപ്പൻ്റെ കൂടെ പോകരുത്. ഇത്രയേ ഉള്ളൂ അതിൻ്റെ അർത്ഥം. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? അതുകൊണ്ട് യാക്കോബിനെ സ്നേഹിച്ചു, ഏശാവിനെ ദ്വേഷിച്ചു എന്ന് പറഞ്ഞാൽ ഏശാവിനെ വെറുത്തു എന്നർത്ഥമല്ല. യാക്കോബിനെ തിരഞ്ഞെടുത്തു, ഏശാവിനെ തിരഞ്ഞെടുത്തില്ല. പക്ഷേ ഏശാവിനെ തിരഞ്ഞെടുത്തില്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തില്ല? അതാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നത്. ഏശാവ് എങ്ങനെയാണ് ഈ കാര്യങ്ങളെ കണ്ടത് നമ്മൾ വായിച്ചതാണല്ലോ. അതിൻ്റെ 25-ാമത്തെ അധ്യായത്തിൽ, ഉൽപ്പത്തി പുസ്തകം 25-ാമത്തെ അധ്യായത്തിൽ അത് വായിച്ച് നിർത്തുന്നത്, യാക്കോബ് ഏശാവിന് അപ്പവും പയറും കൊണ്ടുള്ള പായസം കൊടുത്തു, അവൻ ഭക്ഷിച്ച് പാനം ചെയ്തു, എഴുന്നേറ്റ് പോയി. ഇങ്ങനെ ഏശാവ് ജ്യേഷ്ഠാവകാശത്തെ അലക്ഷ്യമാക്കി കളഞ്ഞു. അവനത് സീരിയസ് ആയിട്ടെടുത്തില്ല. എബ്രായ ലേഖനം 12:16 വായിക്കുമ്പോൾ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞെന്നാണ് എഴുതിയിരിക്കുന്നത്. ഒരു ഊണിന് നല്ല ഒരു ചുവന്ന പായസം കിട്ടിയപ്പോൾ ജ്യേഷ്ഠാവകാശം, എന്തോന്ന് ജ്യേഷ്ഠാവകാശം, കൊണ്ടുപോടാ, കൊണ്ടുപോക്കോ മക്കളെ, എനിക്ക് ആ പായസം ഇങ്ങോട്ട് താ, ഞാനതങ്ങോട്ട് കുടിക്കട്ടെ, ഒന്ന് രസിക്കട്ടെ എന്ന് പറയുന്നവനെ ദൈവത്തെ പ്രതിനിധീകരിക്കാനുള്ള അവകാശം ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? ഒന്ന് പറഞ്ഞു നോക്കിക്കേ, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇത് സീരിയസ് ആയിട്ട് എടുക്കാത്ത ഒരുത്തനെ ദൈവത്തിന് ഇത് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് ഏശാവിനെ മാറ്റി നിർത്തുന്നത്. ദ്വേഷിച്ചു എന്ന് പറഞ്ഞുള്ള അർത്ഥം അതാണ്, ഏശാവിനെ മാറ്റി നിർത്തി. ഇപ്പം ഞാനിപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഞാൻ പല ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോകുന്നു. ഇപ്പം മലാവി എന്ന് പറയുന്നത് ഞാൻ പോയിട്ടുണ്ട്. ഇപ്പം മലാവി എന്ന് പറയുന്ന രാജ്യത്ത് ഇന്ത്യ ഗവൺമെൻറ്റിനെ പ്രതിനിധീകരിച്ച് എന്നെ അവിടുത്തെ അംബാസഡറായിട്ട് വിട്ടിരിക്കുകയാണെന്ന് വെക്കുക. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ലെറ്റർ ഹെഡും സ്റ്റാമ്പും എല്ലാം ആരുടെയിലുണ്ട്? എൻ്റെ കയ്യിൽ ഉണ്ട്. കാര്യം ഞാൻ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയാണ്. ഞാൻ ഒപ്പിട്ട് സ്റ്റാമ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇന്ത്യ ഗവൺമെൻറ് അതിൻ്റെ ഉത്തരവാദിയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കാൻ ഞാൻ മലാവി ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു മാഫിയ കിങ് ഉണ്ട്. അയാൾക്ക് ഇന്ത്യയിൽ നിന്ന് ചില കാര്യങ്ങൾ നേടിയെടുക്കണം, സാധിക്കണം. അപ്പോൾ അയാൾ എന്നെ അവിടുത്തെ ഒരു 7 സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുപോയി ഇഷ്ടം പോലെ കഴിപ്പിച്ചു, കുടിപ്പിച്ചു.
ഏറ്റവും മോശമായ നിലയിലുള്ള പെണ്ണുങ്ങളെയും കൊണ്ടുവന്ന് തന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് മാഫിയ കിങ് എന്നോട് പറയാണ്, സാറിന് സന്തോഷമായോ? സന്തോഷമായടോ, ഹോ അടിപൊളി. എന്നാൽ ഒരു കാര്യം ചെയ്യും സാറിൻ്റെ കയ്യിലിരിക്കുന്ന ആ ഇന്ത്യയുടെ ആ ലെറ്റർ പാഡും ആ സീലും എനിക്കൊന്ന് തരാമോ? ഞാൻ നാളെ മറ്റന്നാളോ അതങ്ങ് തിരിച്ചു തരാം. കൊണ്ടുപോടൂ, നാളെ എന്നെ ഇവിടെ കൊണ്ടുവരണം കേട്ടോ എന്ന് പറയുന്ന ആളാണ് ഞാനെങ്കിൽ എന്നെ അംബാസഡർ ആക്കാൻ കൊള്ളാമോ? പറ്റുമോ? ഇല്ല. ഇതുപോലെ ഒരു ഊണ് കിട്ടിയപ്പോൾ അഥവാ ഇച്ചിരി പായസം കിട്ടിയപ്പോൾ ദൈവത്തെ പ്രതിനിധീകരിക്കുവാനുള്ള അവകാശം കൊണ്ടുപോടാ മക്കളെ എന്ന് പറയുന്ന ഏശാവിനെ ദൈവത്തിൻ്റെ പ്രതിനിധിയാക്കാൻ ദൈവം തയ്യാറാവുകയില്ല. അവൻ എന്ത് തോന്നിവാസം വേണമെങ്കിലും അതുകൊണ്ട് കാണിക്കും. അതുകൊണ്ടാണ് യാക്കോബിനെ സ്നേഹിച്ച് അവനെ അത് ഏൽപ്പിച്ചിട്ട് ഏശാവിനെ മാറ്റി നിർത്തിയത്. യാക്കോബിന് ഒത്തിരി ദോഷങ്ങളുണ്ട്, ഇല്ലെന്ന് പറയത്തില്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ദൈവം മനസ്സിലാക്കി ഇവനെ പണിതെടുക്കാം, മറ്റവനെ പണിയാൻ പറ്റുകയില്ല. ചില കുരുട്ടുബുദ്ധിയൊക്കെ ഉണ്ട്, പക്ഷെ അവനെ അതൊക്കെ ശരിയാക്കി എടുക്കാം. ഇവൻ സ്വയാശ്രയ, പക്ഷെ അവൻ്റെ സ്വയാശ്രയമൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. പക്ഷേ മറ്റവൻ്റെ കാര്യത്തിൽ അതല്ല. അവൻ അടിസ്ഥാനപരമായി ദൈവികതയെ മനസ്സിലാക്കാത്തവനാണ്, ദൈവികത ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയാത്തവനാണ്. അവൻ ലിറ്ററലി ഒരു വല്ലാത്ത ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുക എന്നുള്ളതല്ലാതെ, വല്ലതും തിന്നുപിടിച്ച് നടക്കുക എന്നുള്ളതല്ലാതെ അവനെ സംബന്ധിച്ചിടത്തോളം അവനെ ദൈവത്തെ പ്രതിനിധീകരിക്കാനുള്ള അവകാശം ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുകയില്ല എന്നറിഞ്ഞതുകൊണ്ടാണ് ദൈവം എന്ത് ചെയ്തത്? യാക്കോബിന് അത് കൊടുക്കുകയും ഏശാവിനെ മാറ്റി നിർത്തുകയും ചെയ്തത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വീണ്ടും നമ്മൾ വരുമ്പോഴത്തേക്ക് അതിൻ്റെ 27-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, 26 മറ്റ് പല കാര്യങ്ങളാണ്, 27-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ വീണ്ടും ഈ അനുഗ്രഹം തട്ടിപ്പറിക്കാനായിട്ട് യാക്കോബ് വീണ്ടും ചില കുറുക്കുവഴികൾ പ്രയോഗിക്കുന്നതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റത്തൊന്നുമില്ല കേട്ടോ. നമ്മൾ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ സീരിയസ് ആയിരുന്നു, പക്ഷേ അവൻ സ്വയാശ്രയിയായിരുന്നു. ദൈവം എനിക്ക് ഇത് നൽകുമെന്ന് അവൻ അറിയാം, പക്ഷേ അതിനുവേണ്ടി കാത്തിരിക്കാൻ അവൻ തയ്യാറല്ലായിരുന്നു. അവൻ്റെ വഴിയിലൂടെ അത് നേടിയെടുക്കാനാണ് അവൻ പരിശ്രമിച്ചത്. ഇവിടെയും നമ്മൾ കാണുന്നത് ഇസഹാക്ക് വൃദ്ധനായി, അവൻ്റെ കണ്ണ് കാണാൻ വയ്യാതെ. നമുക്ക് സ്റ്റോറി അറിയാമല്ലോ. അവൻ ഏശാവിനെ വിളിച്ചിട്ട് പറയാണ്, മോനെ നിന്നെ ഞാൻ അനുഗ്രഹിക്കാനാണ് ആഗ്രഹിക്കുന്നത്, അതുകൊണ്ട് നീ പോയി അമ്പും വില്ലുമൊക്കെ എടുത്ത് പോയി നല്ല വേട്ടയിറച്ചി കൊണ്ടുവന്ന് എനിക്ക് രുചിയായിട്ട് ഭക്ഷണം ഉണ്ടാക്കിത്താ, എന്നിട്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കട്ടെ. ഇത് റിബേക്ക കേട്ടു. റിബേക്ക കേട്ട് കഴിഞ്ഞപ്പോൾ റിബേക്കറിയാം ദൈവവാഗ്ദത്തം ആരുടെ മേലാണ് കിടക്കുന്നത്? യാക്കോബിൻ്റെ മേലാണ്. അമ്മയും മോശമല്ല, അമ്മയും അതിനുവേണ്ടിയുള്ള എല്ലാ തന്ത്രങ്ങളും മെനഞ്ഞു കൊടുക്കാൻ. ഈ തന്ത്രമൊക്കെ യാക്കോബിൻ്റെ തന്ത്രങ്ങളൊക്കെ ആരുടെ നിന്ന് കിട്ടിയതാണെന്ന് ഞാൻ ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ട്. കാര്യം അമ്മയും ഒരു തന്ത്രശാലിയാണ്. മോന് വേണ്ടി സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയൊന്നും അങ്ങനെ റിബേക്ക എന്തെങ്കിലും ചെയ്യുന്നതൊന്നും നമ്മൾ കാണുന്നില്ല. പക്ഷേ മോൻ്റെ കാര്യം വന്നപ്പോഴത്തേക്ക് ആകെപ്പാടെ സ്വന്തം കാര്യം വന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ, നീ ഇപ്പോഴ് ഇങ്ങയുടെ കൂടെ പോന്നോ, ബാല 10 ദിവസം ഞങ്ങളുടെ കൂടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും വേണ്ട, ഞാൻ ഇപ്പോഴേ വിട്ടേക്കാൻ പറഞ്ഞു. അത്രയുള്ള ആകെപ്പാടെ നമുക്ക് കാണുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ എന്താ ചെയ്യുന്നത്? റിബേക്ക യാക്കോബിനോട് പറഞ്ഞു, മോനെ ഇതാണ് സംഭവിക്കാൻ പോകുന്നത്, വേട്ടയിറച്ചി തിന്നിട്ട് അപ്പൻ ഏശാവിനെ അനുഗ്രഹിക്കാൻ പോകുകയാണ്. പക്ഷേ ദൈവവാഗ്ദത്തം അത് അല്ല, നീയാണ് ശരിക്കും ദൈവത്തിൻ്റെ പ്രതിനിധിയാകേണ്ടത്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുക, നീ ഒരു ആടിനെ കൊണ്ടുപോവാ, ഞാനിപ്പോൾ തന്നെ കറി വെച്ച് അപ്പന് വേണ്ടി നല്ല ഭക്ഷണം ഉണ്ടാക്കി തരാം, എന്നിട്ട് നീ അതുകൊണ്ട് നിൻ്റെ അപ്പൻ്റെ അടുക്കൽ ചെന്ന് അനുഗ്രഹം വാങ്ങിക്കണം. അപ്പോൾ യാക്കോബ് പറയുന്നുണ്ട് 11-ാമത്തെ വാക്യത്തിൽ, എൻ്റെ സഹോദരനായ ഏശാവ് രോമമുള്ളവനും ഞാൻ രോമമില്ലാത്തവനും ആകുന്നുവല്ലോ, ഒരു പക്ഷേ അപ്പൻ എന്നെ തപ്പി നോക്കും, ഞാൻ ഉപായി എന്നവന് തോന്നിയിട്ട് അവൻ എൻ്റെ മേൽ അനുഗ്രഹമല്ല ശാപം തന്നെ വരുത്തും. അവൻ്റെ അമ്മ, മകനെ ശാപം എൻ്റെ മേൽ വന്നോട്ടെ, നീ എൻ്റെ വാക്ക് മാത്രം കേൾക്കുക. നോക്ക് എങ്ങനെയും ഇത് നേടിയെടുക്കാൻ കാര്യം. ഒരു പക്ഷേ അവൾ ചിന്തിച്ച് കാണും, ദൈവം വാഗ്ദാനം ചെയ്തിട്ടുള്ളതല്ലേ,
അതിനുവേണ്ടിയായിരിക്കും. ഞാനൊരു കാര്യം പറയാം, ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിലും ആ വാഗ്ദാനം നേടിയെടുക്കാൻ നിൻ്റെ സൂത്രമൊന്നും ആവശ്യമില്ല. അത് ദൈവം നിർവഹിച്ചോളും. ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മൾ സ്വയാശ്രയയാകേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. എന്നിട്ട് റിബേക്ക എന്തു ചെയ്യുന്നു? 15-ാമത്തെ വാക്യത്തിൽ തൻ്റെ മൂത്ത മകൻ ഏശാവിൻ്റെ വിശേഷ വസ്ത്രം എടുത്ത് ഇളയ മകൻ യാക്കോബിനെ ധരിപ്പിച്ചു. എന്നിട്ട് കയ്യും കാലും എല്ലാം തോലുകൊണ്ട് പൊതിഞ്ഞു. രുചികരമായ ഭക്ഷണമൊക്കെ അപ്പൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടു. അപ്പൻ്റെ അടുക്കൽ ചെന്നപ്പോൾ അവൻ ചോദിക്കുകയാണ്, നീ ആർ മകനെ എന്ന് ചോദിച്ചു. യാക്കോബ് അപ്പനോട്, ഞാൻ നിൻ്റെ ആദ്യജാതൻ ഏശാവ്. ഇതിനകത്ത് പാതി സത്യവും പാതി കള്ളവും. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജ്യേഷ്ഠാവകാശം ഓൾറെഡി അവന് വിറ്റതാ. അപ്പോൾ അതുകൊണ്ട് ആദ്യജാതൻ എന്ന് പറഞ്ഞത് വലിയ തെറ്റല്ല. പക്ഷേ വേറെ കാര്യമുണ്ട്, ഏശാവ്. പലപ്പോഴും ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നം എന്നറിയാമോ? നമ്മൾ അസത്യം പറയുന്നതിനേക്കാൾ കഷ്ടമാണ് അർത്ഥസത്യം പറയുന്നത്. പലപ്പോഴും ആളുകൾ കളിപ്പിക്കപ്പെടുന്നത് എപ്പോഴും അസത്യം കേട്ടിട്ടല്ല, അർത്ഥസത്യം കേട്ടിട്ടാണ്. അതുകൊണ്ട് കേൾക്കുന്ന വാക്കുകൾ പൂർണ്ണമായും അർത്ഥസത്യങ്ങളാണോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കണം. അർത്ഥസത്യം ഒത്തിരി അപകടം വിളിച്ചു വരുത്തും. അർത്ഥസത്യങ്ങൾ ഒത്തിരി വിളിച്ചു വരുത്തും. ഇപ്പോൾ ഈ നമ്മുടെ ജീവിതത്തിലാണെങ്കിലും പലപ്പോഴും ഉണ്ടല്ലോ, ഈ സത്യം പറയുകയാണെങ്കിൽ പൂർണ്ണ സത്യത്തിന് വേണ്ടി നമ്മൾ നിലകൊള്ളണം. അർത്ഥസത്യങ്ങൾക്ക് പിന്നാലെ പോകുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ ഇസഹാക്ക് ചോദിക്കുന്നുണ്ട്, മോനെ ഇത്രയും പെട്ടെന്ന് എങ്ങനെയാണ് കിട്ടിയത്? അത് നിൻ്റെ യഹോവയായ നിൻ്റെ ദൈവം കൊണ്ട തന്നെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞ് ഒടുവിൽ എന്തു ചെയ്യുന്നു? യാക്കോബ് ഇസഹാക്കിനോട് പറഞ്ഞു, നീ എൻ്റെ അടുത്ത് വന്ന്. അവൻ തപ്പി നോക്കി. ശബ്ദം യാക്കോബിൻ്റെ ശബ്ദം, കൈകൾ ഏശാവിൻ്റെ കൈകൾ തന്നെ. അപ്പനും അങ്ങ് കൺഫ്യൂസ്ഡായി അല്ലേ? പ്രായമല്ലേ? പ്രായമായി കഴിയുമ്പം ഈ പ്രായമുള്ളവരൊക്കെ കളിപ്പിക്കുന്നതൊക്കെ എന്തോരും സൂക്ഷിച്ച് വേണമെന്നുള്ളതാണ് ഇല്ലേ? എന്നിട്ട് വീണ്ടും ചോദിക്കുന്നു, നീ എൻ്റെ മകൻ ഏശാവ് തന്നെയോ എന്ന് ചോദിച്ചതിന് അവൻ അതേ എന്ന് ഉത്തരം പറഞ്ഞു. ആദ്യം അർത്ഥസത്യം പറഞ്ഞു, ഇപ്പം പൂർണ്ണമായും കള്ളം പറഞ്ഞു. എന്നിട്ട് അവനത് ഇസഹാക്ക് അത് തിന്നു. എന്നിട്ട് അവനെ അനുഗ്രഹിക്കുന്നതാണ്. അടുത്തു വന്ന് അവനെ ചുംബിച്ചു. അപ്പം മറ്റേ ഇട്ടിരിക്കുന്ന ഉടുപ്പ് ഏശാവിൻ്റെ ആയതുകൊണ്ട് സ്മെല്ലൊക്കെ ഏശാവിൻ്റെ സ്മെല്ലാണ്. അതുകൊണ്ട് അവൻ്റെ വസ്ത്രങ്ങളുടെ വാസന മണത്ത് അവനെ അനുഗ്രഹിച്ചു പറഞ്ഞത്, ഇതാ എൻ്റെ മകൻ്റെ വാസന യഹോവയെ അനുഗ്രഹിച്ചിരിക്കുന്ന വയലിലെ വാസന പോലെ എന്ന് പറഞ്ഞ്, ഞാൻ ആ ഭാഗങ്ങൾ വായിക്കുന്നില്ല. അവിടെ നമ്മൾ കാണുന്നത് അവനത് മൊത്തമായിട്ട് അനുഗ്രഹങ്ങൾ തട്ടിയെടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഏശാവ് വരുന്നു. ഏശാവ് വന്നു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഏശാവും വേട്ടയിറച്ചിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്തപ്പോഴത്തേക്ക് പറഞ്ഞു, മോനെ നിൻ്റെ അനുഗ്രഹം എല്ലാം ഓൾറെഡി എന്താണ്, നിൻ്റെ അനിയൻ വന്ന് തട്ടിക്കൊണ്ടുപോയി. നേരത്തെ വന്നത് നീയാണെന്നാണ് ഞാൻ ചിന്തിച്ചത് ഇല്ലേ? അങ്ങനെ കുരുട്ടുബുദ്ധി, ഉപായി, കുതികാൽ പിടിക്കുന്നവൻ അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം പൂർണ്ണമായും അവൻ്റെ കുരുട്ടുബുദ്ധിയിൽ ആശ്രയിച്ച് ഈ കാര്യങ്ങൾ ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അതിനുശേഷം ഏശാവ് വന്നു കഴിഞ്ഞപ്പോൾ എന്നിട്ട് 34-ാമത്തെ വാക്യത്തിൽ അപ്പൻ പറഞ്ഞു, ഓൾറെഡി നിൻ്റെ അനിയൻ അനുഗ്രഹമെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞപ്പോൾ ഏശാവ് അപ്പൻ്റെ വാക്ക് കേട്ടപ്പോൾ അതിദുഃഖിതനായി ഉറക്ക നിലവിളിച്ച്, അപ്പാ എന്നെയും കൂടെ അനുഗ്രഹിക്കണമേ എന്ന് പറയുന്നു. എന്നെയും കൂടെ അനുഗ്രഹിക്കണമേ. താഴോട്ട് വായിക്കുമ്പോഴത്തേക്ക് ഒടുവിൽ 38-ാമത്തെ വാക്യത്തിൽ ഏശാവ് പിതാവിനോട്, നിനക്കൊരനുഗ്രഹം മാത്രമേ ഉള്ളൂ അപ്പാ, നിനക്കൊരനുഗ്രഹം മാത്രമേ ഉള്ളൂ, എന്നെയും കൂടെ അനുഗ്രഹിക്കണേ. പ്രിയമുള്ളവരെ, ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അനുഗ്രഹം എന്ന് പറയുന്നത് ചുമ്മാ എന്താ വാക്കുകൾ കൊണ്ട് പറയുന്നതല്ല. പ്രത്യുത എന്താണ്? 100%, 100% ദൈവത്തെ പ്രതിനിധീകരിക്കുവാനുള്ള അവകാശമാണ്. അത് ഒരു മകന് അല്ലെങ്കിൽ ഒരു ജനതയ്ക്ക്. അതാണ് നമ്മൾ കാണുന്നത്. എല്ലാവർക്കും കൊടുക്കുന്ന കോമൺ അനുഗ്രഹമല്ല ഇസഹാക്ക് ഇവിടെ കൊടുക്കുന്നത്. പ്രത്യുത ദൈവത്തിൽ നിന്ന് അബ്രഹാമിലേക്കും അബ്രഹാമിൽ നിന്ന് ഇസഹാക്കിലേക്കും ചൊരിഞ്ഞു കിട്ടിയതായ ദൈവത്തിൻ്റെ അംബാസഡർ ആകുവാനുള്ള പദവിയാണ് കൈമാറ്റം ചെയ്യുന്നത്. അത് ഒരാൾക്കേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു ജനതയ്ക്ക്. ഇസഹാക്കിൽ നിന്ന് യാക്കോബിലേക്ക്, യാക്കോബിൽ നിന്ന് ഒരു ജനതയ്ക്ക് മൊത്തമായിട്ടാണ് അത് പകർന്നു കിട്ടുന്നത്.
അങ്ങനെയാണ് ഒരു ജനത മൊത്തമായിട്ട് വരുന്നത്. ഒരാൾ മാത്രമേ, ഒരു പുത്രന്, ഒരു ജനതയ്ക്ക്, ആ പുത്രനിൽ നിന്നുള്ള ജനതയ്ക്ക്, ഇസ്രായേൽ ജനതയ്ക്ക്. ഇസ്രായേൽ എൻ്റെ പുത്രൻ, ഇനി അനുഗ്രഹം. അതുകൊണ്ടാണല്ലോ പുറപ്പാട് പുസ്തകത്തിൽ കർത്താവ് തന്നെ പറഞ്ഞു, ഇസ്രായേൽ എൻ്റെ പുത്രൻ, എൻ്റെ ആദ്യജാതൻ തന്നെ. എൻ്റെ ആദ്യജാതനാണ് ഇസ്രായേൽ, ആ ജനത. അപ്പോൾ അനുഗ്രഹം എങ്ങനെയാണ്? അബ്രഹാമിനോട് പറയുന്നു, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. സകല വംശങ്ങളും. അപ്പോൾ ആർക്ക് ഇനി അനുഗ്രഹം വേണമെങ്കിൽ അബ്രഹാമിൻ്റെ അടുത്ത് ചെല്ലണം. അതാണ് അബ്രഹാമിനോട് പറയുന്നത്. ദി ഹോൾ എർത്ത് ഷാൽ ബി ബ്ലെസ്ഡ് ബൈ യു. ഇഫ് എനിബഡി നീഡ്സ് ബ്ലെസ്സിങ്, ദേ നീഡ് ടു കം ടു എബ്രഹാം. അബ്രഹാമിലേക്ക് വരണം. സോഴ്സ് ഓഫ് ബ്ലെസ്സിങ് ആണ്. അനുഗ്രഹത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ മുഴുവൻ എവിടുന്ന? അബ്രഹാമിൽ നിന്നാണ്. അബ്രഹാമിനോട് പറയാണ്, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. കംപ്ലീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഏൽപ്പിച്ചിരിക്കുന്നത് ആർക്കാണ്? അബ്രഹാമിന്. അബ്രഹാമിൽ നിന്ന് അത് ഇസ്ഹാക്കിലേക്ക്, ഇസ്ഹാക്കിൽ നിന്ന് യാക്കോബിലേക്ക്, യാക്കോബിൽ നിന്ന് ഇസ്രായേൽ ജനതയിലേക്ക്. അതുകൊണ്ടാണ് പഴയ നിയമകാലത്ത് ഏത് ജനത അനുഗ്രഹിക്കപ്പെടണമെങ്കിലും ആരിൽ നിന്ന് വേണമായിരുന്നു അത് പ്രാപിക്കാൻ? കാര്യം ദൈവത്തെ പ്രതിനിധീകരിക്കുന്നത് അന്ന് ഇസ്രായേലായിരുന്നു. എന്നാൽ ഇന്ന് ചിലർ ഇന്നും ഇസ്രായേലാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഇന്ന് ഇസ്രായേൽ അല്ല അനുഗ്രഹത്തിൻ്റെ സോൾ ഏജൻസി എന്ന് പറയുന്നത്. കാരണം മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ വംശാവലി, അതായത് ഒരിക്കലും ആദാം പുത്രനായിരുന്നു, നോഹ പുത്രനായിരുന്നു, അബ്രഹാം പുത്രനായിരുന്നു, ഇസഹാക്ക് പുത്രനായിരുന്നു, യാക്കോബ് പുത്രനായിരുന്നു, ഇസ്രായേൽ പുത്രനായിരുന്നു. എന്നാൽ ഇപ്പോൾ ആരാണ് പുത്രൻ? പുത്രൻ ഒന്നേ ഉള്ളൂ. ആരാണ്? യേശു. അപ്പോൾ ഇന്ന് അനുഗ്രഹം വേണമെങ്കിൽ ആരുടെ അടുത്ത് എന്നേലേ പറ്റുള്ളൂ? യേശുവിൻ്റെ അരികിലേക്ക് ചെന്നെങ്കിലേ പറ്റുകയുള്ളൂ. ഇറ്റ് ഈസ് ത്രൂ ജീസസ്, യേശുവിലൂടെ. അതാണ് പുത്രത്വത്തിൻ്റെ പ്രത്യേകത. ദൈവത്തെ പ്രതിനിധീകരിക്കുവാനുള്ള അവകാശം ദൈവം നൽകിയിരിക്കുന്നത് ഇന്ന് യേശുക്രിസ്തുവിലൂടെയാണ്. അതുകൊണ്ട് നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴെ ഭൂമിക്ക് മീതെ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല. ആ യേശുവിലൂടെ മാത്രമാണ് നമുക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അപ്പോൾ യാക്കോബ് ഈ അനുഗ്രഹം തട്ടിപ്പറിച്ചു എന്ന് തന്നെ പറഞ്ഞു. പക്ഷേ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ സ്വയാശ്രയിയായി, ഞാൻ അത് എൻ്റെ ബുദ്ധി ഉപയോഗിച്ച്, അവൻ്റെ അമ്മയും കൂടി കുരുട്ട് ബുദ്ധിക്ക്, അവർ രണ്ടുപേരും കൂടെ കൂടി ഏതാണെങ്കിലും അത് അടിച്ചു മാറ്റി എന്ന് തന്നെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അടിച്ചു മാറ്റി. അത് ചെയ്തത് ശരിയായില്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഏശാവ് ജ്യേഷ്ഠാവകാശത്തെ അലക്ഷ്യമാക്കി കളഞ്ഞു. യാക്കോബ് എങ്ങനെയും അത് നേടിയെടുക്കണമെന്നുള്ള വലിയൊരു അഭിവാഞ്ച അവന് ഉണ്ടായിരുന്നു. അതിനുവേണ്ടി അവൻ ഉപയോഗിച്ച മാർഗം ശരിയാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അവൻ്റെ ആ തീഷ്ണത, എനിക്ക് ഈ അനുഗ്രഹം വേണം, എനിക്ക് ദൈവം പ്രോമിസ് ചെയ്തതായ കാര്യം ഞാൻ നേടിയെടുക്കണം, ആ ഒരു വലിയ ഒരു അഭിവാഞ്ച നമുക്കെല്ലാവർക്കും എപ്പോഴും ഉണ്ടായിരിക്കണം. അങ്ങനെ അവനത് നേടിയെടുത്തു. പക്ഷെ അതുകൊണ്ട് കാര്യം തീരുന്നില്ല. നമ്മൾ വായിക്കുമ്പോൾ ഏശാവ് ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ട് എന്താ പറയുന്നതെന്ന് ചോദിച്ചാൽ 41-ാമത്തെ വാക്യത്തിൽ, തൻ്റെ അപ്പൻ യാക്കോബിനെ അനുഗ്രഹിച്ച അനുഗ്രഹം നിമിത്തം ഏശാവ് അവനെ ദ്വേഷിച്ചു. അപ്പനെക്കുറിച്ച് ദുഃഖിക്കുന്ന കാലം അടുത്തിരിക്കുന്നു, അപ്പോൾ ഞാൻ എൻ്റെ സഹോദരനായ യാക്കോബിനെ കൊല്ലും എന്ന് ഏശാവ് ഹൃദയത്തിൽ പറഞ്ഞു. യാക്കോബ് പറഞ്ഞു, അവൻ ഉപായിയാണ്, അവൻ എൻ്റെ അനുഗ്രഹം തട്ടിയെടുത്തു. ഒന്ന് വെയിറ്റ് ചെയ്യാം, എൻ്റെ അപ്പനെക്കുറിച്ച് ദുഃഖിക്കുന്ന കാലം, അപ്പൻ ഇനി അധികം കാലം എന്താണെങ്കിലും കാണില്ല, അന്ന് ഞാനവനെ കൊല്ലും എന്ന് പറഞ്ഞു. അത് റിബേക്ക അറിഞ്ഞു. റിബേക്ക ഇളയ മോനെ വിളിച്ച് പറഞ്ഞു, നിൻ്റെ സഹോദരൻ ഏശാവ് നിന്നെ കൊന്ന് പകരം വീട്ടുവാൻ ഭാവിക്കുന്നു, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുക, ഹാരാനിൽ എൻ്റെ സഹോദരനായ ലാബാൻ്റെ അടുക്കലേക്ക് നീ ഓടിപ്പോ എന്ന് പറഞ്ഞു. നിൻ്റെ സഹോദരൻ്റെ ക്രോധം ശമിക്കുവോളം കുറേ നാൾ അവിടെ അവൻ്റെ അടുക്കൽ പാർക്കുക. നിൻ്റെ സഹോദരന് നിന്നോടുള്ള കോപം മാറി നീ അവനോട് ചെയ്തത് അവൻ മറക്കും വരെ അവിടെ താമസിക്കുക. പിന്നെ ഞാൻ ആളയച്ച് നിന്നെ അവിടെ നിന്ന് വരുത്തിക്കൊള്ളാം. ഒരു ദിവസം തന്നെ നിങ്ങളിൽ ഇരുവരും എനിക്കില്ലാതെയാകുന്നത് എന്തിന്?
എന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി ഏശാവ് നഷ്ടമായി കഴിഞ്ഞു. എന്നു ചോദിച്ചു കഴിഞ്ഞാൽ അവൻ മരിച്ചൊന്നുമില്ലെങ്കിലും ആ ദൈവികത വിട്ട് ദൈവികമായ ഒരു നിലപാടില്ലാതെ വിജാതീയരിൽ നിന്ന് ഭാര്യമാരെ എടുത്ത് മാതാവിനെയും പിതാവിനെയും ദുഃഖിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്കൊക്കെ അവൻ പോയി. അവൻ ഓൾറെഡി പോയി. ഇനി നീയും കൂടെ എങ്ങനെ ഇല്ലാതെയാകുന്ന ഒരവസ്ഥ എന്തിനു വേണ്ടി എന്ന് ചോദിച്ചിരിക്കുന്നു. എന്നിട്ട് ഇസ്ഹാക്കിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, ഈ ഹിത്യ സ്ത്രീകൾ, അവൻ ഏശാവ് കല്യാണം കഴിച്ച ഹിത്യ സ്ത്രീകൾ നിമിത്തം എൻ്റെ ജീവൻ എനിക്ക് അസഹ്യമായിരിക്കുന്നു. ഈ ദേശക്കാരത്തികളായി ഇവരെ പോലെയുള്ള ഒരു ഹിത്യ സ്ത്രീയെ യാക്കോബ് വിവാഹം കഴിച്ചാൽ പിന്നെ ഞാൻ എന്തിന് ജീവിക്കുന്നു എന്ന് പറഞ്ഞ് ഇതൊക്കെ ചെന്ന് പറയുന്നത് മരുമക്കളോടുള്ള ദേഷ്യം മാത്രമല്ല, സംഹാവ് എന്തു വേണം, യാക്കോബിനെ രക്ഷിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. 28-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ബെർശേബായിൽ നിന്ന് ഇസ്ഹാക്ക് യാക്കോബിനെ വിളിപ്പിച്ചു, അവനെ അനുഗ്രഹിച്ചു. അവനോ പറഞ്ഞു, കനാന്യ സ്ത്രീകളിൽ നിന്ന് ഭാര്യമാരെ എടുക്കരുത്. പുറപ്പെട്ട് പദ്ദൻഅരാമിൽ നിൻ്റെ അമ്മയുടെ അപ്പനായ ബെഥുവേലിൻ്റെ വീട്ടിൽ ചെന്ന് നിൻ്റെ അമ്മയുടെ സഹോദരനായ ലാബാൻ്റെ പുത്രിമാരിൽ നിനക്കൊരു ഭാര്യയെ എടുക്കുക എന്ന് പറഞ്ഞ് ആ അനുഗ്രഹം അവിടെ വീണ്ടും പറയുന്നുണ്ട്. ദൈവം അബ്രഹാമിന് കൊടുത്തതും നീ പരദേശിയായി പാർക്കുന്നതുമായ ദേശം നീ കൈവശമാക്കേണ്ടതിന് അബ്രഹാമിൻ്റെ അനുഗ്രഹം നിനക്കും നിൻ്റെ സന്തതിക്കും തരികയും ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞ് അവനെ പറഞ്ഞു വിടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഏശാവ് പോയി ഇശ്മായേലിൻ്റെ ഒരു കൊച്ചുമോളെ കൂടെ കല്യാണം കഴിക്കുന്നതാണ്. ഇശ്മായേലിൻ്റെ അടുക്കൽ ചെന്ന് തനിക്കുള്ള ഭാര്യമാരെ കൂടാതെ അബ്രഹാമിൻ്റെ മകനായ ഇശ്മായേലിൻ്റെ മകളും നെബയോത്തിൻ്റെ സഹോദരിയുമായ മഹലത്തിനെയും ഇശ്മായേലിൻ്റെ മോളെ കൂടെ പോയി കല്യാണം കഴിക്കുന്നു. അത് കഴിഞ്ഞ് 10-ാമത്തെ വാക്യത്തെ നമ്മൾ കാണുന്നത് യാക്കോബ് ബർശേബയിൽ നിന്ന് പുറപ്പെട്ട് ഹാരാനിലേക്ക് യാത്രയാവുകയാണ്. ഹാരാനിലേക്ക് യാത്രയാകുന്ന ഒരു സ്ഥലം. ഈ 28-ാം അധ്യായത്തിലാണ് നമ്മൾ ബഥേൽ എക്സ്പീരിയൻസ് കാണുന്നത്, ബഥേൽ അനുഭവം.